നമ്മൾ ഇട്ടിരുന്ന ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾക്ക് ഫോർവേഡായി വന്നായിരുന്നു. നോക്കിയാൽ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കാത്തത് ഏത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഒരു ഭിന്നസംഖ്യയുണ്ട്. ആ ഭിന്നസംഖ്യേനെ അതേ ഭിന്നസംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുവാണെങ്കിൽ നമുക്ക് ലഭിക്കാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ ഒരു ഭിന്നസംഖ്യ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ സാധാരണ വിളിക്കുന്നത് തന്നെ ഇപ്പോൾ a/b ഒരു ഭിന്നസംഖ്യ എന്ന് വെക്കുക. ഉണ്ടോ? a/b ഒരു ഭിന്നസംഖ്യ എന്ന് വെക്കുക. അതേ ഭിന്നസംഖ്യനെ ഗുണിക്കാൻ പറഞ്ഞെന്ന് ഉദ്ദേശിക്കുന്നത് a/b കൊണ്ട് തന്നെ ഗുണിക്കണം അല്ലേ? അപ്പോൾ a/b ഇൻറ്റു a/b എന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥമാക്കുന്നത് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. നമുക്ക് ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? ന്യൂമറേറ്റർ എമ്മി മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ എമ്മി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള അംശത്തിലുള്ള ആരൊക്കെയാ? എയും എയും അല്ലേ? എയും എയും തമ്മിൽ ഗുണിച്ചാൽ എന്നാ കിട്ടണം? a² കിട്ടണം. ശരിയല്ലേ? ഇനി ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിൽ ആരൊക്കെയുള്ളത്? ബിയും ബിയും തമ്മിൽ ഗുണിച്ചാൽ എന്നാ കിട്ടണം? b² കിട്ടണം. സോ നമ്മുടെ ഫോർമാറ്റ് എന്തായിരിക്കണം? മുകളിൽ ഒരു സ്ക്വയർ നമ്പർ വരണം, താഴെ ഒരു സ്ക്വയർ നമ്പർ വരണം. ശരിയല്ലേ? കണ്ടീഷൻ വെച്ച് അങ്ങനെ വരേണ്ടത്. ഒരേ ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടീഷൻ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ്? മുകളിൽ ഒരു സ്ക്വയർ വരണം, താഴെയും ഒരു നമ്പറിൻ്റെ സ്ക്വയർ വേണമെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ സ്ക്വയേഴ്സ് അല്ലാത്ത നമ്പർ ഉണ്ടെങ്കിൽ അവന്മാരാണ് ഇതിലെ റോങ് ആൻസർ. കണ്ടോ? എളുപ്പമാർക്കും നമ്മൾ വന്നതുകൊണ്ടോ? ഈ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നോക്കിയേ, ഓപ്ഷൻ എ 16/25. 16 എന്ന് പറയുന്ന നമ്പർ ഏതെങ്കിലും നമ്പർ സ്ക്വയർ ആണോ? 16 എന്ന് പറയുന്ന നമ്പർ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആണോ? 16 4ൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. നമുക്ക് വേറെ ട്രിക്ക് പറഞ്ഞുതരാം. പരീക്ഷകളിൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പം 1 തൊട്ട് 15 വരെയുള്ള സ്ക്വയർ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് നമ്പർ 1 to 15 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചു വെക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ പല രീതിയിൽ പല കണക്കുകളിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമാക്കുന്നുള്ളൂ, ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഗുണിക്കണം കേട്ടോ. അതിനാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം 1 × 1 എത്രയാണ്? 1. ഇനി 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലോ എത്രയാ? 2 × 2 ചെയ്യണം. 2 × 2 എത്രയാണ്? 4 അല്ലേ? എന്നീ പറഞ്ഞ പോലെ 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. 3 × 3 9 ആണ്. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്, അത് 16 ആണ്. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്, അത് 25 ആണ്. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6 ആണ്, അത് 36 ആണ്. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 × 7 ആണ്, അത് 49 ആണ്. 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 × 8 അത് 64 ആണ്. ഓക്കെ, 64 ആണ്. 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 × 9 ആണ്, അത് 81 ആണ്. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 അത് 100 ആണ്. ഇനിയും അടുത്ത 5 കൂടി നമുക്ക് പഠിച്ചു വെക്കണം. 11ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 11 × 11 ആണ്, അത് 121 ആണ്. 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12 അത് 144 ആണ്. 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 × 13 അത് 169 ആണ്. 14ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 14 × 14 അത് 196 ആണ്. 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 × 15 അത് 225 ആണ്. കണ്ടോ? ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കണം. മനസ്സിലായോ? 1 തൊട്ട് 15 വരെയുള്ള സ്ക്വയർ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് 1 മാർക്ക് കിട്ടാൻ ഈ ഒരു സാധനം മതി കേട്ടോ. ഓർത്തിരിക്കുക. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 100, 11ൻ്റെ സ്ക്വയർ 121, 12ൻ്റെ സ്ക്വയർ 144, 13ൻ്റെ സ്ക്വയർ 169, 14ൻ്റെ സ്ക്വയർ 196, 15ൻ്റെ സ്ക്വയർ 125. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞ ചോദ്യത്തിൽ എന്താ ഉള്ളത്? മുകളിൽ ഒരു സ്ക്വയർ സംഖ്യ വരണം, താഴെയും ഒരു സ്ക്വയർ സംഖ്യ വരണം. അപ്പോൾ ക്വസ്റ്റിലേക്ക് വന്നേ. കണ്ടോ? 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ ആണ്, 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ ആണ്. സോ ഇത് ഉള്ളതാണ്. ഇനിയും 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ ആണ്, 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ ആണ്. സോ ഇതും ഉള്ളതാണ്. ഇനിയും 24 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയർ ആണോ? നോക്കിക്കേ, 24 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 24ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഇല്ല. ഇനി 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ ആണ്. 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയറും 7ൻ്റെ സ്ക്വയറും കൂടി ചേരുന്നതാണ്. സോ ഇതിൽ തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? പിന്നെ ഒരു ഭിന്നസംഖ്യ ഭിന്നസംഖ്യയോട് ഗുണിച്ചാൽ കിട്ടാത്ത ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാരണം
24-ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ വാല്യൂ ഇല്ല. മനസ്സിലായോ ഉത്തരം എങ്ങനെയാണ് വന്നതെന്ന്? കിട്ടിയായിരുന്നോ? ഇത് വന്നത് എവിടുന്നാണ്? കണ്ടോ, രണ്ട് കാര്യം മിക്സപ്പ് അതിനകത്ത്. ഒന്ന് ഭിന്നസംഖ്യകളുടെ ഗുണനം, രണ്ട് നമ്മുടെ എക്സ്പോണൻസിനകത്തുള്ള സ്ക്വയർ തിയറി. കണ്ടോ, ഈ രണ്ടെണ്ണത്തിൻ്റെ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. മനസ്സിലായോ ക്വസ്റ്റ്യൻ ചെയ്തത് എങ്ങനെയാണെന്ന്? മനസ്സിലായോ? ഡൗട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയിട്ട് വേണം പോകാൻ. മേ ബി തിരിച്ചും മറിച്ചും അല്ലാത്ത രീതിയിലും ചോദിക്കാം. അതുകൊണ്ട് 1 തൊട്ട് 15 വരെയുള്ള സ്ക്വയർ പഠിക്കണം കേട്ടോ. പഠിച്ചേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല. മാത്സിന് പ്രത്യേകിച്ച് തിയറി അറിയാമെങ്കിൽ സുഖമായിട്ട് ചെയ്തു പോകാം. മാത്സിന് വേറെ പ്രത്യേകത, ഒരു ക്വസ്റ്റ്യൻ ഒരു ഉത്തരവേ ഉള്ളൂ, ശരിയല്ലേ? വേറൊരു ഉത്തരങ്ങളും വരാനുള്ള ചാൻസുകളില്ല. ചെയ്ത് നോക്കി ഉത്തരം കറക്റ്റ് ആണെങ്കിൽ കറപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അല്ലാതെ മറ്റുള്ള സബ്ജക്റ്റിനെ പോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്സിന് ചോദിക്കത്തില്ല. ഇഫ് യു നോ ദി തിയറി യു ക്യാൻ ഗോ ടു ദി ആൻസർ ഡയറക്റ്റ്ലി എന്നാണ് പറയുന്നത് കേട്ടോ. സോ അത് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. സോ പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം നോക്കിയാൽ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ടൈമിൽ വന്ന ക്വസ്റ്റ്യനാണ്. ഇതും ചോദിക്കുന്നുണ്ടെന്നല്ല, ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ്. എന്താണ്? കായംകുളത്ത് നിന്നും തിങ്കളാഴ്ച 22:30 പുറപ്പെട്ട ഒരു വാഹനം തൊട്ടടുത്ത ദിവസം 7:45 കാസർഗോഡ് എത്തിച്ചേർന്നു. വാഹനം യാത്രക്കെടുത്ത സമയം എത്രയാണ്? കണ്ടുപിടിച്ചായിരുന്നോ? അല്ലേ, ചെയ്തു നോക്കിയോ. 22:30 നമ്മുടെ വാഹനം പുറപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ 7:45 കാസർഗോഡ് ചെന്നു. അങ്ങനെയെങ്കിൽ വാഹനം ആകെ എടുത്ത സമയം എത്രയാണ്? കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്? കിട്ടിയായിരുന്നോ? ഓക്കെ, 9 മണിക്കൂർ 15 മിനിറ്റ് കറക്റ്റ് ആൻസറാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾക്ക് എളുപ്പം ചെയ്താൽ മനസ്സിലാവും. 22:30 21:30 വരെ 1 മണിക്കൂർ, പിന്നെ 23:30 കഴിഞ്ഞാൽ 24:30 അതായത് 1:12 വരുന്നത്. നമുക്കറിയാമല്ലോ, ഇത് 24 മണിക്കൂറിൻ്റെ ക്ലോക്കിലാണ്. സോ അങ്ങനെ വരുമ്പോൾ 30 വരുമ്പോൾ ഓരോ മണിക്കൂർ വരുന്നത്. പിന്നെ പോയിട്ട് 45 ഒരു 15 മിനിറ്റ് എങ്ങനെയാണെങ്കിലും വരണം, ശരിയല്ലേ? അപ്പോൾ ഈ ഓപ്ഷനിലാകെയുള്ളത് 30 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, 45 മിനിറ്റ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻ സിയിലേക്ക് പറഞ്ഞ് ഓടിപ്പോവാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 22:30 പുറപ്പെട്ട വാഹനം, നിങ്ങളൊന്ന് ആലോചിച്ച്, 22:30 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈമിൽ എത്ര മണിയാണ്? 22 എന്ന് പറഞ്ഞാൽ നോർമൽ ക്ലോക്കിൽ എത്ര മണിയാണ് 22 എന്ന് പറഞ്ഞാൽ? ഇത് കണ്ടില്ല, ഇതിപ്പോൾ 21:13 ഈ സ്ക്രീനിൻ്റെ താഴെ കാണിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ എത്ര മണിയാണ്? 9:13 കാണിക്കുന്നത്, ശരിയല്ലേ? ഇനിയും നേരെ തിരിച്ച് 22 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അപ്പം? 10 അല്ലേ? രാത്രി 10:30 പരിപാടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ. എങ്ങനെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചിന്തിക്കാം. പക്ഷേ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നാൽ മതി. ഞാൻ എത്ര മണിക്കൂർ എടുത്തുന്നത് അത് കണ്ടുപിടിക്കണം. ഇനിയും 22:30 എന്നാൽ അടുത്ത് വരുന്നത് 23:30. ഇനി അടുത്ത് എഴുതുമ്പം 24:30 എന്ന് എഴുതാൻ പറ്റുമോ? 24:30 എഴുതാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സാധാരണ 24 hour ക്ലോക്കിൽ 24:30 എന്നൊരു സമയമുണ്ടോ? സാധാരണ നമ്മൾ പറയുന്നത് ഇത് 10:30 അല്ലേ, ഇത് 11:30. അടുത്ത എത്ര വരേണ്ടത്? 12:30, ശരിയല്ലേ? അപ്പം നമ്മൾ പറയുന്നത് 12:30 അല്ലെങ്കിൽ 00:30 എന്നാണ് പറയുന്നത് നമ്മുടെ സാധാരണ ക്ലോക്കിൽ കേട്ടോ. ഇനി അടുത്ത വരേണ്ടത് എന്താണ്? 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7:30 അല്ലേ? 7:30 ആകുമ്പം മണിക്കൂറുകൾ ഫില്ലായി. ഇനി പോയിട്ട് 7:45 ഒരു 15 മിനിറ്റ് എക്സ്ട്രാ ഉണ്ട്. അപ്പം നോക്കി, ഇവിടെ നിങ്ങോട്ട് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ, 9 മണിക്കൂറായി അല്ലേ? 9 മണിക്കൂറും പിന്നെ പോയിട്ട് എത്ര മിനിറ്റ് എക്സ്ട്രാ ഉണ്ട്? 15 മിനിറ്റും. അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്രയ്ക്കുള്ള സമയം എത്രയാണ്? 9 മണിക്കൂറും 15 മിനിറ്റും. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പല വഴികളുണ്ട്, ഏത് വഴിയാണല്ലോ ഉത്തരം കിട്ടണം കേട്ടോ. ചിലർ ഈ തെറ്റിക്കുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞുകൊണ്ട് 22, 23 24:30 എടുക്കും. പിന്നെ എന്തെടുക്കത്തുള്ളൂ? 1:30, 2:30, 12:30 ഒന്നും തുടങ്ങത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, 24 hour ക്ലോക്കിൽ 24 കഴിഞ്ഞാൽ പിന്നെ 00 സമയം തുടങ്ങുന്നത് കേട്ടോ. സോ ആ കാര്യം കൂടി ഓർത്തിരിക്കണം. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യനെ നോക്കി വെക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങളെല്ലാം ഏത് കാറ്റഗറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, അതിൻ്റെ അകത്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സമയം ബന്ധിതമായിട്ടൊരു ക്വസ്റ്റ്യൻ ഇതൊരെണ്ണം ഉണ്ട്. ഇത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നതെന്നറിയോ? ഏത് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കുന്നറിയോ? ഏത് ക്ലാസ്സിലുള്ളതെന്ന്? 4ാം ക്ലാസ്സിലുള്ള സാധനം കേട്ടോ.
4ാം ക്ലാസ്സിലാണ് ക്ലോക്കുകൾ, 3ാം ക്ലാസ്സിൽ തുടങ്ങും, 4ാം ക്ലാസ്സിലാണ് ക്ലോക്കുകൾ ഡീപ്പായിട്ട് പഠിപ്പിക്കാനുള്ളത്. സോ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ചോദ്യമാണിത് കേട്ടോ. 1നും 2നും ഒരുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇത് നോക്കിയിട്ട് വേണം പോകാൻ. കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗം അങ്ങനെ വരച്ചു വെച്ച് കണ്ടുപിടിക്കുക. 1 മാർക്ക് കയ്യിലുള്ളതാണ്, അത് കളയരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ മെൻ്റൽ എബിലിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഐ കോർഡിനേഷനൊക്കെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നോക്കിയേ, ചിത്രത്തിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ചതുരങ്ങളല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ്, ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളാണ്. ചിലർക്ക് പേരുകൾ മാറിപ്പോകും കേട്ടോ. സമചതുരം എന്ന് പറഞ്ഞാൽ സമമായിട്ടുള്ള ചതുരം, അതായത് സ്ക്വയർ എന്ന് പറയും. സ്ക്വയറിൻ്റെ പ്രത്യേകം എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ഇനിയും റെക്റ്റാങ്കിൾ ആണെങ്കിൽ അത് ചതുരമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, 2 വശങ്ങൾ തുല്യമാണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള 2 വശങ്ങളാണ് തുല്യമായിട്ടുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിൽ എത്ര സമചതുരം ഉണ്ടെന്ന് നോക്കണം. എത്ര എണ്ണം ഉണ്ട്? കണ്ടുപിടിച്ചായിരുന്നോ? എത്ര എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത് സമചതുരം? 10 ആണോ 12 ആണോ 8 ആണോ 11 ആണോ? എത്ര എണ്ണം ഉണ്ട്? കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമല്ലേ, പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. എത്ര എണ്ണം ഉള്ളത് സമചതുരം? എത്ര എണ്ണം ഉണ്ട് പറഞ്ഞേ? സമചതുരം വേണ്ട കേട്ടോ, ഈ വരച്ചതിനകത്ത് കുഴപ്പമുണ്ട്. ഇതെല്ലാം സമചതുരത്തിനകത്ത് ഇട്ടിരിക്കുന്നു കേട്ടോ. നമുക്ക് വരച്ച് നോക്കാം. നോക്കിയേ, ഇത് 1, അകത്തെ ഉള്ളത് വരയ്ക്കാം. 1 കണ്ടോ, ഇത് 2ാമത്തേത്, പേന പോകുന്ന ശ്രദ്ധിച്ചാൽ മതി. ഇത് 3ാമത്തേത്, ഓക്കെ. ഇത് 4ാമത്തേത്, 4 എണ്ണമായി. ഇനി ഇത് 5ാമത്തേത്, ഇത് 6ാമത്തേത്, ചെറിയന്മാരെയാ. ഇത് 7, ഇത് 8. ഇനിയും ഈ വലുതൊന്നത് കൂട്ടി 9. അടുത്ത ഇത് എത്രയാ? ഇതൊന്നുകൂടി കൂട്ടി 10. ഓക്കെ, വേറെ വല്ലവന്മാരും ഉണ്ടോ ഇതിനകത്ത്? വേറെ വല്ലവന്മാരും ഉണ്ടോ? 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 ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ? വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത്? ആകെ മൊത്തം 10 എണ്ണം കേട്ടോ. മറന്നു പോയല്, ഓർത്തിരിക്കണം. ഉണ്ടോ? 4, 4, 4, 8. അകത്തെ ചെറിയ ഒരെണ്ണം കൂട്ടി 9, വലിയ ഒരെണ്ണം പുറത്തെ കൂട്ടി ഔട്ടർ കൂട്ടി 10 എണ്ണം കേട്ടോ. അങ്ങനെയാണ് ഉള്ളത്. സോ ഇത് എണ്ണി തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. സോ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പല രീതിയിൽ ചോദിക്കും. എത്ര ത്രികോണം ഉണ്ടെന്ന് ചോദിക്കും, എത്ര സ്ക്വയർ ഉണ്ടെന്ന് ചോദിക്കും, എത്ര സമചതുരം ഉണ്ടെന്ന് ചോദിക്കും. ഇങ്ങനെ പല രീതിയിലൂടെ ചോദിക്കും. മിക്കപ്പോഴും ഈ ത്രികോണവും അതുപോലെ തന്നെ ഈ പറയുന്ന സ്ക്വയറുമാണ് മിക്ക ഇതിനകത്തും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ അതുകൂടി നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1/4നും 3/4നും ഇടയിലില്ലാത്ത സംഖ്യ ഏത്? കണ്ടോ, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ 1/4നും 3/4നും ഇടയിലില്ലാത്ത സംഖ്യ ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് നോട്ട് ലൈങ് ബിറ്റ്വീൻ 1/4 ആൻഡ് 3/4? മലയാളത്തിൽ പറയുമ്പം 4/1 4/3 എന്ന് പറയുന്നത് കേട്ടോ. തിരിച്ചാണ് പറയുന്നത്. സോ അത് നിങ്ങൾ പറയുമ്പോൾ ശരിക്കും പറയുന്നത് കേട്ടോ. 1/4 3/4 മലയാളത്തിൽ പറയുമ്പം 4/1 ഭാഗം 4/3 ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കി, ഇതിൽ ഏതാ ഇല്ലാത്തത്? ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്നതാ? ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധനം എന്നാ? 1/4 എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്? 1/4 എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? എത്ര ഭാഗമാണ് നമ്മൾ പറയുന്നത്? അത് പഠിക്കേണ്ടതാണ്. എത്ര ഭാഗമാണ് നമ്മൾ പറയുന്നത്? 1/4 ഭാഗം. കേട്ടിട്ടുണ്ടോ? 1/4, 1/2, 3/4 എന്ന് കേട്ടിട്ടുണ്ടോ? അതിൽ 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് 1/4 ഭാഗം എന്ന് പറയുന്നത്. ഇനിയും അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 1/4 ഭാഗത്തെ നമ്മൾ ഫ്രാക്ഷനിൽ നമ്മൾ ഡെസിമലിൽ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെസിമലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 0.25. ഈ വാല്യൂ ഒക്കെ പഠിച്ചു പോകണം കേട്ടോ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി 1/4 കഴിഞ്ഞുള്ള അടുത്ത ആളാണ് 1/2 അല്ലേ. അപ്പോൾ അരയ്ക്ക് നമ്മൾ പറയുന്നത് എന്താണ്? 1/2 നമ്മൾ എന്ത് പറയും? 1/2 എന്ന് പറയും. അരയ്ക്ക് നമ്മൾ ഡെസിമലിൽ കൊടുക്കുന്ന വാല്യൂ ആണ് 0.5. ശരിയല്ലേ? ഇനി 1/2 കഴിഞ്ഞാൽ അടുത്ത ആളാണ് ഉള്ളത് 3/4. അതിന് നമ്മൾ 3/4 എന്ന് പറയും, അഥവാ 3/4 എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് 0.75 ഡെസിമൽ വാല്യൂ. കണ്ടോ? അപ്പോൾ നമുക്ക് 1/2യുടെയും 1/4യുടെയും 3/4യുടെയും വാല്യൂ അറിയാമെങ്കിൽ തന്നെ പകുതി ഉത്തരങ്ങൾ ഇതിൻ്റെ അകത്തായി. ഇനിയും അടുത്ത ആരാ വരേണ്ടത്? ഒരു ഇതല്ലേ, അത് 1/2, 1/4, 3/4 മൊത്തം എന്ന് പറഞ്ഞാൽ 1/1 എന്നാണ് പറയുന്നത്. മൊത്തം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് കേട്ടോ. അതായത് 1ൻ്റെ താഴെയുള്ള 3 ഡെസിമൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ഫ്രാക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? കണ്ടോ, 1/4നും 3/4നും ഇടയിലില്ലാത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/4ൻ്റെ വില അറിയാൻ നമുക്ക് എത്രയാണ്? 0.25. 3/4 അല്ലെങ്കിൽ 3/4ൻ്റെ വില നമുക്കറിയാം എന്താണ്? 0.75. ഇടയിലില്ലാത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, 0.25നും 0.75നും ഇടയിലില്ലാത്ത ആരെ കണ്ടുപിടിക്കണം? നമ്പറിനെ കണ്ടുപിടിക്കണം.
ഇവിടെ നമുക്കറിയാവുന്ന ഒരാളുടെ കിടപ്പുണ്ട് കേട്ടോ. 3 എണ്ണത്തിൻ്റെ വാല്യൂ ഇപ്പോഴേ നമുക്ക് കിട്ടി. 1/2ൻ്റെ വാല്യൂ എത്രയാണ്? 0.5 ആണ്. അത് ഓൾറെഡി 0.25നും 0.75നും ഇടയിലാണ്. ഇനി ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം. ഡെസിമലിൻ്റെ അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ അറിയാൻ നോക്കുന്നൊരു കണക്കാണ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആകെയുള്ള മെത്തേഡ് തന്നെയാണ് 5/6 ചെയ്യണം. ശരിയല്ലേ? 5/6 ചെയ്യുമ്പോൾ എന്നാ കിട്ടുന്നത്? 5ൽ 6 അടങ്ങുമോ നോക്കണം. അടങ്ങത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? പോയിൻ്റ് കൊടുക്കണം. ഈ 5ൻ്റെ അവിടെ 0 കൊടുക്കണം. ഇനിയും 50ൽ എത്ര വട്ടം 6 ഉണ്ട്? 50ൽ എത്ര വട്ടം 6 ഉണ്ട്? 6 8 48. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ നോക്കി, ഇത് 0.8 ആയിട്ട് പോയി. അപ്പം എന്നുണ്ടോ അത് 0.75നേക്കാളും വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തല്ല, അതിൻ്റെ അകത്ത് അടങ്ങുന്നവനല്ല. കണ്ടോ, നമുക്ക് 75 വരെ കിട്ടത്തുള്ളൂ. കണ്ടോ, 75 വരെ കിട്ടത്തുള്ളൂ. 0.25നും 0.75നും ഇടയിലുള്ളവനാണ്. അപ്പോൾ നോക്കിയാൽ 0.7 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് 0.8. അപ്പോൾ അവൻ തന്നെ ഉത്തരവല്ല വന്നു. ഇനി ബാക്കിയുള്ളവരുണ്ടോ നോക്കണ്ടേ? ഇത് നോക്കിക്കോ. എങ്ങനെ കണ്ടുപിടിക്കാം? 2/5 നമുക്ക് ചെയ്യണം. കണ്ടോ, എങ്ങനെ കണ്ടുപിടിക്കാം? 2ൻ്റെ അകത്ത് 5 അടങ്ങത്തില്ല. എന്ത് ചെയ്യണം? ആദ്യം പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പോയിൻ്റ് കൊടുത്താൽ ഇവിടെ നമ്മൾ 0 കൊടുക്കണം. 20ൽ 5 എത്ര തവണയുണ്ട്? 4 തവണ. I4 20. സോ 0 0. കണ്ടോ, 0.4 എന്ന് പറയുന്നത് 0.25നും 0.75നും ഇടയിലാണ്. ഇനി 3/5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 3/5 എങ്ങനെ കിട്ടും? നമുക്ക് പോയിൻ്റ് കൊടുക്കണം. 3ൻ്റെ അകത്ത് 5 അടങ്ങത്തില്ല. 30 കൊടുക്കണം. I6 30. അപ്പം 30 തന്നെ വാല്യൂ കിട്ടും. 6. കണ്ടോ, 0.25നും 0.75നും ഇടയിലാണ് 0.6 എന്ന് പറയുന്നത്. സോ ഇല്ലാത്ത ആരേ ഉള്ളൂ? 0.8 ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഉത്തരങ്ങൾ വരുന്നത് എയോ ബിയോ ആയിരിക്കും കേട്ടോ. ഒത്തിരി നമ്മളെ ഇട്ട് ചെയ്യിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നും പറഞ്ഞ് സാറ് പറഞ്ഞ് എയും ബിയും ആയിരിക്കുമെന്ന് എന്ന് പറഞ്ഞുള്ള ഇത് കൊടുക്കരുത്. നിങ്ങൾ ചാൻസസ് ഇല്ലെങ്കിൽ എയിലോ ബിയിലോ ഒരെണ്ണം കുത്തി കറപ്പിക്കാന്നേ ഉള്ളൂ. ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് കറപ്പിക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടയിൽ വെച്ചുകൊണ്ട് ഒരുപാട് നമ്മളിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണതയില്ല. മിക്കപ്പോഴും തന്നെ ആയിരിക്കണം ആൻസറായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻസിൽ. കാരണം ഈ ഒരു മെത്തേഡ് അറിയാവോ ഇല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് ഓടുന്ന കണക്കാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. നോക്കിയേ, ഏറ്റവും വലിയ ഭാഗം വന്നിരിക്കുന്ന ആരാ? കണ്ടോ, 6ൽ 5 ഭാഗം അവിടെ കവറായിപ്പോയി. ഇവിടെ നോക്കിയാൽ ആരുടെ വാല്യൂ നമുക്കറിയാം. ഇനി നോക്കിയേ, 5ൽ 2 ഭാഗമുള്ളൂ. അപ്പോൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഇനി 5ൽ 3 ഭാഗം വെച്ചാൽ അതും ചെറുതിനെ പകുതിയോളം വന്നിട്ടുണ്ട്, എന്നാൽ പകുതിയോളം കൂടുതലുമാണ് അല്ലേ? അങ്ങനെ ആണെങ്കിലും ചിന്തിച്ച് നമുക്ക് എഴുതാം. പക്ഷേ ഈ 6ൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു വലിയ വാല്യൂ ആണ്. 6/6 എന്ന് പറയുമ്പോൾ വാല്യൂ ഒന്നല്ലേ വരേണ്ടത്. സോ അതിൽ 5 ഭാഗവും വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വാല്യൂ എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം കേട്ടോ. പല മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിലൂടെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ്റെ ഡെസിമലിൻ്റെ എന്താണ് സബ്സ്ട്രാക്ഷൻ രീതി, സബ്സ്ട്രാക്ഷൻ അല്ല ഡിവിഷൻ അറിയുമോ എന്ന് നോക്കുന്നൊരു കണക്കാണ്. സോ ഇത് പഠിക്കണം കേട്ടോ. ഇന്നുള്ള കണക്കുകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഫ്രാക്ഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിക്കണം. ഓരോ കണക്കും ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് ചുമ്മാ ഒരു കണക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കണം കേട്ടോ. ഉണ്ടോ 6/8 എന്ന് പറഞ്ഞുള്ള കണക്കിൻ്റെ വാല്യൂ ഒക്കെ ചുമ്മാ കണ്ടുപിടിക്കണം. നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ വാല്യൂസ് ഉണ്ടാക്കി കണ്ടുപിടിച്ച് നമ്മുടെ എങ്ങനെ ഇതിനെ ഫ്രാക്ഷൻ ചെയ്യുമെന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഡെസിമലിൻ്റെ ഓരോ കണക്കുകൾ വരുന്നത്. കാരണം ഡെസിമലിൽ നിന്നാണ് കൂടുതൽ കണക്കുകൾ നമ്മളോട് ചോദിക്കുന്നത്. അത് നമ്മൾ തെറ്റിക്കുകയും ചെയ്യും. കാരണം പോയിൻ്റ് എവിടെ ഇടണം, 0 കൊടുക്കണോ, എവിടെ 0 ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂസിങ് കുട്ടികൾക്കുണ്ട്. സോ ആ സ്ഥിരം കൺഫ്യൂസിങ് അധ്യാപകർക്കും വരും കേട്ടോ. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൻ്റെ ഉത്തരം വരേണ്ടത് ഓപ്ഷൻ എ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി, തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ 2 സംഖ്യകൾ ഏതൊക്കെയാണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. ഏതാണ് ഉത്തരം? വിട്ടുപോയ 2 സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ 2 സംഖ്യകൾ ഏതൊക്കെയാണ്? ഉത്തരം ഏതാ വരേണ്ടത്? 1 3 6 10 15 21 ഡാഷ് 45 55. ഏതാണ് ഇതിൻ്റെ ഉത്തരം? 28 36. ഓക്കെ, വേറെ ഓപ്ഷൻസ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ല. കറക്റ്റ് ഉത്തരം പറഞ്ഞത് നമ്മുടെ പരിശോധന കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് പാറ്റേൺ സോൾവിങ്. അതായത് ഇതുപോലെയുള്ള പാറ്റേൺസുകൾ കണ്ട് സോൾവ് ചെയ്യുന്നു. ട്രിക്ക് പറഞ്ഞുതരാം. ഏത് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ മിക്ക ക്വസ്റ്റ്യനും ഒരു 75% ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇതിന് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ തന്നെ പരിപാടി തീരും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അത് കണ്ടുപിടിച്ചാൽ തന്നെ പകുതി സമാധാനം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പകുതി ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അങ്ങനത്തെ ഒരു കണക്കാണ്. നോക്കിയേ, 3 കുറയ്ക്കണം. അതിൽ 1 3 6 10 15 21 ഡാഷ് 40 45 അല്ലേ?
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 3ൽ നിന്ന് 1 കുറയ്ക്കണം. 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. കണ്ടോ, 2 കിട്ടും. അടുത്ത ചെയ്യേണ്ടത് എന്നാണ്? 6ൽ നിന്ന് 3 കുറയ്ക്കണം. 6ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. ഇനി 10ൽ നിന്ന് 6 കുറയ്ക്കണം. പല സംഖ്യകൾ, അതായത് തന്നിരിക്കുന്നതിൽ ഒരു ആദ്യത്തെ ഒരു 3 സംഖ്യ അല്ലെങ്കിൽ 4 സംഖ്യയുടെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. 10ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. 15ൽ നിന്ന് 10 കുറച്ചാലോ 5 കിട്ടും. 21ൽ നിന്ന് 15 കൊടുത്താലോ 6 കിട്ടും. ഇപ്പോൾ കണ്ടോ, ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 2, 3, 4, 5 കൂട്ടിക്കൂട്ടി പോവുക. ഉണ്ടോ, 1നോട് 2 കൂട്ടുമ്പോൾ 3 കിട്ടി, 3നോട് 3 കൂട്ടിയപ്പോൾ 6 കിട്ടി, 6നോട് 4 കൂട്ടിയപ്പോൾ 10 കിട്ടി, 10നോട് 5 കൂട്ടിയപ്പോൾ 15 കിട്ടി, 15നോട് 6 കൂട്ടിയപ്പോൾ 21 കിട്ടി. അങ്ങനെ അടുത്ത നമ്പർ എന്ത് കൂട്ടണം? 21ൻ്റെ കൂടെ 7 കൂട്ടണം. 21 7 28 ഇവിടെ കിട്ടും. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ എത്ര കൂട്ടേണ്ടത്? 28ൻ്റെ കൂടെ 8 കൂട്ടണം. 28 8 36 കിട്ടി. അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ 36ൻ്റെ കൂടെ 9 കൂട്ടണം. 9 കൂട്ടിയാൽ 45. അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ 45ൻ്റെ കൂടെ 10 കൂട്ടണം. 10 കൂട്ടിയാൽ വാല്യൂ 55. കണ്ടോ, അപ്പം എഴുതി വെച്ചോ. ഒരു പാറ്റേൺ അല്ലെങ്കിൽ സീക്വൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ മിക്ക ക്വസ്റ്റ്യനും നമ്മൾ 75% ക്വസ്റ്റ്യനും ചെയ്യേണ്ടത് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്ത് ഡിഫറൻസാണ്? 2 സംഖ്യകൾ, 2 അടുത്തടുത്ത സംഖ്യ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് വലിയ നമ്പറിലും ചെറിയ നമ്പർ കുറയ്ക്കണം. അത് ആദ്യത്തെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ സാറേ കിട്ടിയില്ലെന്ന് പറയരുത്. ഒരു 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം വരെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കതിൻ്റെയും ആൻസർ അവിടെ തന്നെ കാണും കേട്ടോ. അതിനാണ് ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോം അപ്പ് ആവേണ്ടത്. സോ ഇവിടെ വന്നത് അങ്ങനെയാണ്. 2, 3, 4, 5 എന്നിങ്ങനെയുള്ള നമ്പേഴ്സ് കൂട്ടിപ്പോകുന്ന കണക്കായിരുന്നു. ഇനി ഉത്തരം വരേണ്ടത് 28 36 കേട്ടോ. അതാണ് ഇവിടെ ഉത്തരവായിട്ട് വരേണ്ടത്. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഹരണം അറിയാൻ നോക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഉണ്ടോ, 14,013നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാ? പറഞ്ഞു. ഹരിക്കാൻ അറിയാമെന്നല്ലേ എല്ലാവർക്കും? ഉണ്ടോ, എന്ത് സിമ്പിൾ ചോദ്യം ചോദിക്കുന്നേ? 6 ആണോ? ഞാൻ ചോദിക്കട്ടെ, മറ്റു ചോദിക്കട്ടെ. 14,013 7 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എത്രയെന്ന് ചോദിച്ചാൽ എന്നാ പറയും നിങ്ങൾ? ഉത്തരം എത്ര? ഉത്തരം എത്രയാ? ഞാൻ വേണേൽ കുറച്ച് ഓപ്ഷൻസ് തരാം. വേണോ? തന്നേക്കാം. ഓക്കെ, ഉത്തരം തരാം. 21, 201, 2001, 20,001. ഇതിലേതാ ഉത്തരം? 21 ഉത്തരം അല്ലേ? ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? പറഞ്ഞു, ചാൻസസ് പറഞ്ഞു. കാരണം പറഞ്ഞ് നമ്മളൊന്ന് തെറ്റിക്കുകയോ ശരിയോ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും. ഇങ്ങനൊരു കണക്ക് വന്നാൽ അന്ന് പറഞ്ഞ് തെറ്റിയപ്പോഴല്ല, അന്ന് പറഞ്ഞ് ശരിയായപ്പം സാറെന്നെ തിരുത്തിയതാണ്, അല്ലെങ്കിൽ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു. എല്ലാവരും ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്തു. പറയാൻ മടിയുള്ളവർ കമൻറ്റ് ചെയ്തു. 14,013 7 കൊണ്ട് കഴിച്ചുള്ള ഉത്തരം എനിക്ക് വേണം. ശിഷ്ടം വേണമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഉത്തരം വേണം. അതായത് ചോദ്യം ഇതാണ്: 21, 201, 2001, 20,001. ഇതിലേതാണ് ഇതിൻ്റെ ഉത്തരം വരേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. കാൽക്കുലേറ്റർ ആരും ചെയ്ത് നോക്കണ്ട, പേനയും പേപ്പറോട് ചെയ്താൽ മതി. കാരണം പരീക്ഷയ്ക്ക് നമ്മളെ കാൽക്കുലേറ്റർ കയറ്റത്തില്ല. സോ ഡു ബൈ യൂസിങ് പെൻ ആൻഡ് പേപ്പർ. കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കമൻറ്റ് ചെയ്തോ. 30 സെക്കൻഡ് സമയം തരാം. പെട്ടെന്ന് ചെയ്തോ. പെട്ടെന്ന് കണ്ടുപിടിക്കുക, പെട്ടെന്ന് ഉത്തരം പറയുക. എ ഓപ്ഷൻ 21, ബി ഓപ്ഷൻ 201, സി ഓപ്ഷൻ 2001, ഡി ഓപ്ഷൻ 20,001. ഏതാണ്? ABCD എന്ന് ടൈപ്പ് ചെയ്ത് ചുമ്മാ ഇട്ടാൽ മതി. ഓക്കെ, ഇട്ടോ, ധൈര്യമായിട്ട് ഇട്ടോ. തെറ്റിയാൽ തെറ്റട്ടെന്നേ. ഇങ്ങനെയല്ലേ പഠിക്കുന്നേ? കാരണം കണക്കുകൾ എന്ന് പറഞ്ഞ സാധനം തെറ്റിച്ചേ പഠിക്കത്തുള്ളൂ. ശരിയല്ലേ? നമ്മൾ പലതവണ ആവർത്തന പഠനം വഴിയേ കണക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് ഇത് ഞാൻ പഠിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ABCD ഓപ്ഷൻ പെട്ടെന്ന് കമൻറ്റ് ചെയ്തു. കിട്ടിയോ ബാക്കിയുള്ളവർക്ക്? കമൻ്റ് ഒന്നും വന്നില്ലല്ലോ. പെട്ടെന്നിട്ടേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഉത്തരം? കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അതാണ് ചെയ്യാൻ പാടുപെടുന്നത്. ആണോ? ഓക്കെ, എ വന്നൊരു ഉത്തരം, പിന്നെ ഡി വന്നൊരു ഉത്തരം, പിന്നെ പോരട്ടെ. എ വന്നു. ഓക്കെ, ലാസ്റ്റ് 10 സെക്കൻഡ് കൂടി തരാം. 10, 9, 8, 7, 6,
5 സി എക്ക് 7 വന്നു, എ വന്നു 4 3 2 1 0. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം തെറ്റാണ്. പറഞ്ഞു തരാൻ കാര്യം എന്നാന്ന് നോക്കിക്കേ. 14,013 എന്തുകൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് വേണം ഗുണിക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഡെസിമലിൻ്റെ കാര്യം ചോദിച്ചില്ലേ, ഡെസിമലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ട ഒരെണ്ണമാണ് ഹരണത്തിലുള്ള പോയിൻ്റ് അല്ലെങ്കിൽ 0 എവിടെ കൊടുക്കണമെന്നുള്ള കൺഫ്യൂസിങ്. ഈ സെയിം കുഴപ്പം നമ്മുടെ പിള്ളേർക്കും ഉണ്ട്. നിങ്ങളല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ഈ LP UP പോലത്തെ ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ ഇങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. ഒബ്വിയസ്ലി നിങ്ങളോട് ചോദ്യം ചോദിക്കും. നോക്കി, 14,013 7 കൊണ്ട് കഴിക്കണം. നിങ്ങൾക്ക് വന്ന തെറ്റ് എവിടെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കണം. 14,013 ഡിവൈഡഡ് ബൈ 7 ശരിയല്ലേ? നമ്മൾ ആദ്യം ചെയ്യുന്നത് 1-ൽ 7 അടങ്ങുമോ നോക്കും. 1-ൽ 7 അടങ്ങുമോ? ഇല്ല. സോ നമ്മൾ അടുത്ത നമ്പർ എടുക്കും. 14-ൽ എത്ര 7 അടങ്ങും നോക്കും. 14-ൽ എത്ര വട്ടം 7 ഉണ്ട്? നമ്മൾ 7ൻ്റെ ടേബിളിലും 7 7 7 14 നമുക്ക് കിട്ടി. ഈ 7 14 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടി 14-ൽ നിന്ന് 4 4 പോയ 0, 1 1 പോയ 0. ഇനിയും ഈ 0-ത്തെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതണം. കണ്ടോ? ഇറക്കി എഴുതണം. എന്നിട്ട് എന്നാ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഈ 0 7-ൽ അടങ്ങുമോ നോക്കണം. അടങ്ങുമോ? 0 7-ൽ അടങ്ങുമോ? ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? മുകളിൽ പോയി ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം അടുത്തവനെ ഇറക്കി എഴുതാൻ. 1-നെ ഇറക്കി എഴുതി. 1-നെ ഇറക്കി എഴുതി വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുവാണ് 0 1-ൽ 7 അടങ്ങുമോയെന്ന്. 0 1-ൽ 7 അടങ്ങുമോ? വീണ്ടും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം അടുത്തവനെ ഇറക്കി എഴുതാൻ. 3-നെ ഇറക്കി എഴുതി. ഇനിയും നോക്കണം 13-ൽ 7 അടങ്ങുമോ? അടങ്ങും. എത്ര തവണ? ഒരു തവണ അടങ്ങും അല്ലേ? 7 7. അപ്പം നമുക്ക് ഉത്തരം കിട്ടി. 13 7 പോയാൽ നമുക്ക് ശിഷ്ടം വരുന്നത് 6, ഉത്തരം വരുന്നത് 2001. നിങ്ങൾ ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. 14 13 ഡിവൈഡ് ബൈ 7. നിങ്ങൾ ചെയ്ത് 14-നകത്ത് 2 തവണ അടങ്ങും. സോ 14 0 0. ഈ 0-ത്തെ അതേപടി ഇറക്കി എഴുതി. ഈ 1ഉം 3ഉം അതേപടി എഴുതി. ഇവിടെ ഒന്നും ചെയ്യാൻ പോയില്ല. 13-ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കി, ഒരു തവണ കിട്ടി. 13 എഴുതി. പരിപാടി തീർത്ത്. ശരിയല്ലേ? ഇതല്ലേ നിങ്ങൾ കാണിച്ചു വെച്ചേ അല്ലേ? അങ്ങനല്ല ചെയ്യണ്ടേ. കണ്ടോ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ മനസ്സിലായോ? നമ്മൾ ഈ പരിപാടി പോയി സ്കൂളിൽ പഠിപ്പിച്ചാലുള്ള അവസ്ഥ തന്നെയായിരിക്കും. നമ്മുടെ പിള്ളേർ ഇതേ പഠിച്ച് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിക്കോ. 14 13 ഡിവൈഡ് ബൈ 7 നോക്കിയേ. നമുക്ക് കിട്ടുന്ന ഉത്തരം 2001 പോയിൻറ്റ് സംതിങ് ആയിരിക്കും കേട്ടോ. അല്ല അടിച്ചു നോക്കിക്കോ. 14 0 13 ഡിവൈഡഡ് ബൈ 7. ഇത്ര ഉത്തരം കണ്ടോ? 2001.85 കണ്ടോ വന്ന ഉത്തരം. അപ്പം തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ അത് തിരുത്തണം കേട്ടോ. ഡിവിഷൻ പഠിക്കണം. ചെയ്ത് നോക്കണം കേട്ടോ. സമയമുണ്ടെന്നേ. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പോലും വന്നില്ലല്ലോ. സമയമുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ പിള്ളേർക്കുള്ള ഡിവിഷനിലുള്ള 4ാം ക്ലാസ് തൊട്ടുള്ള പരിപാടി എടുത്തിട്ട് ചെയ്തു. ഡിവിഷൻ പഠിക്കാൻ പറ്റും കേട്ടോ. ആരും ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്കെല്ലാവർക്കും വരുന്ന വീഴ്ച ചെയ്ത്. കാരണം അതിൽ തന്നെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ടോ. അതുകൊണ്ട് തന്നെ മറിച്ച് ചോദ്യം ചോദിച്ചാലും അല്ലേ 14,000-നെ 13-നെ 7 കൊണ്ട് ഹരിച്ചാലുള്ള ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാലും ഈ ഉത്തരങ്ങൾ എല്ലാവരും തെറ്റിക്കും. ശരിയല്ലേ? ഇവിടെ വരേണ്ട ഉത്തരം ഓപ്ഷൻ C ആണ്, 6 വരേണ്ടത് കേട്ടോ. സോ ഇനിയും തെറ്റിക്കരുത്. ഇങ്ങനെയുള്ള കണക്ക് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് അടങ്ങില്ല എങ്കിൽ മുകളിൽ പോയി 0 കൊടുത്തിട്ട് വേണം അടുത്ത നമ്പറിനെ ഇറക്കി എഴുതാൻ. മനസ്സിലായോ? റൂൾ അറിയത്തില്ല, ഇപ്പോഴേ തിരുത്തി വെച്ചോ. താഴെ എഴുതി നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുകളിൽ പോയി 0 കൊടുത്തിട്ട് വന്നിട്ടേ അടുത്ത നമ്പറിനെ എഴുതിയെടുക്കാനുള്ള അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ എഴുതാനുള്ള അനുവാദം ഇല്ല കേട്ടോ. അത് പ്രത്യേകം ഓർത്തിരിക്കണം. സോ ആ കാര്യം നമ്മൾ പഠിക്കണം. ബേസിക് കാര്യങ്ങളാണ്. മാത്സിനകത്തുള്ള ഡിവിഷൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ചോദ്യം ഉണ്ടോ? എല്ലാവരും തെറ്റിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ ബോർഡിൽ ഈ ഒരു കണക്കിട്ട് തരുക. ഇങ്ങനെ പോയി എഴുതി വെച്ചാൽ അവർ സാധാരണയായിട്ട് ചിന്തിക്കത്തില്ലേ? മക്കളെ 21 7 എന്ന് പറഞ്ഞാൽ പൈറ്റ് 7 70. 20 7 വന്നാൽ 140 വരത്തുള്ളൂ. വാല്യൂ കിടക്കുന്നുണ്ടോ? 14,013. എവിടുന്ന് വരുന്നതെന്ന് ചോദിക്കും. ശരിയല്ലേ?
സോ ആ ചോദ്യം കേൾക്കാതിരിക്കണമെങ്കിൽ അനുഭവസ്ഥരുണ്ട്. ഞങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കും കേട്ടോ, ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കും. സോ നമ്മളപ്പോൾ ഒന്നും പറയത്തില്ല, നമ്മളവരെ പുറത്ത് വിളിച്ച് മക്കളെ ഇതൊക്കെ ചെയ്ത് പഠിക്കണം, ആരുടെയും കുഴപ്പമല്ല, നമ്മുടെ തന്നെ കുഴപ്പമാണ് കേട്ടോ. പഠിക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പം ഇത് കേട്ടോ. ആരും മിടുക്കരാണെന്നോ മോശക്കാരാണെന്നോ പറയുന്നത് നമ്മൾ പറയും ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ എന്ന് പറയും. കാരണം ഈ പരിപാടി സ്കൂളിൽ ചെന്നും കാണിക്കും. അതായത് ക്ലാസ്സിലൊരു കണക്ക് വന്നാൽ ഇപ്പോൾ 14,000 രൂപ 14,013 രൂപയ്ക്ക് ഒരുത്തം പോയി സാധനം വാങ്ങിച്ചു, ഒരു സാധനത്തിന് 7 രൂപ വരെയാണെങ്കിൽ അതിന് മൊത്തം എത്ര രൂപ വെച്ചാൽ എത്ര സാധനം വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദ്യം വന്നാൽ കുട്ടികൾ എഴുതി വെക്കും 21 സാധനമേ പറ്റത്തുള്ളൂ എന്ന് എഴുതി വെക്കും. നമ്മളപ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിക്കണം. നോക്കിയേ, 21,000ന് 7 കൊണ്ട് ഗുണിച്ചാൽ ഇതിനടുത്തുള്ളൊരു വാല്യൂ കിട്ടുമോ എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. തിരിച്ച് ചിന്തിക്കാനുള്ള റിവേഴ്സ് തിങ്കിങ് കപ്പാസിറ്റിയും കൂടി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ ഇങ്ങനെയുള്ള കണക്കുകൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും, 100% ഉറപ്പാണ്, പഠിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇനിയും തെറ്റിക്കരുത്. എത്രയാണ് ഉത്തരം വരേണ്ടത്? 2001 ഉത്തരം വരും. ശിഷ്ടം നമുക്ക് 6 കിട്ടും കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ജനുവരി 31 വ്യാഴാഴ്ചയാണ് എങ്കിൽ 2019 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗങ്ങളുണ്ട്. എന്താണ് മാർഗ്ഗങ്ങളെന്നറിയാവോ? കലണ്ടറിൽ നിന്നുള്ള കണക്ക് എന്നാണെങ്കിലും 1-2 ക്വസ്റ്റ്യൻ ഷുവറാണ് കേട്ടോ. എല്ലാ ഇതിൽ നിന്നും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രൂപരേഖ ആയിട്ടിരിക്കുന്നത്, ബേസ് എല്ലാത്തിൻ്റെ അകത്തുനിന്നും കവർ ചെയ്ത് പോകാനായിട്ട്. സോ അങ്ങനെ ഒരു ടോപ്പിക്സ് വൈസ് നിങ്ങൾക്ക് റെക്കോർഡിൻ്റെ അകത്ത് വരും, ക്വസ്റ്റ്യൻ വൈസ് സോൾവിങ് നമ്മൾ ഇങ്ങനെയും വരും. സോ നിങ്ങൾക്ക് 2 രീതിയിലും പഠിക്കാൻ പറ്റും കേട്ടോ. ആപ്ലിക്കേഷൻ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് വന്ന് ചെയ്യുന്നത്, ലൈവ് വന്ന് ചെയ്യുന്നത്. കാരണം സംശയങ്ങൾ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാൻ പറ്റും അതിന് കേട്ടോ. യെസ്. അപ്പം നോക്കിയേ, 2019 ജനുവരി 31 വ്യാഴാഴ്ചയാണെങ്കിൽ 2019 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? എന്താ ഉത്തരം വരേണ്ടത്? ഉത്തരം വരേണ്ടത് ഏതാ? ഇനി ഐഡിയ, അല്ലെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഗ്രാഹ്യം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഒരു കലണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ചോദ്യം ചോദിച്ചാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വർഷമാണ്. തന്നിരിക്കുന്ന വർഷം എന്താണോ നോക്കണം, ലീപ്പ് ഇയർ ആണോ നോക്കണം, അഥവാ അതിവർഷമാണോ അല്ലയോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നോക്കുന്നത് അതിവർഷമാണോ അല്ലയോ എന്ന്? തന്നിരിക്കുന്ന സംഖ്യേനെ 4 വെച്ച് ഹരിക്കണം, അല്ലെങ്കിൽ 400 വെച്ച് ഹരിക്കണം. 4 വെച്ച് ഹരിക്കുന്നതായിരിക്കും എളുപ്പം. 400 വെച്ച് ഹരിക്കാൻ നിൽക്കേണ്ട, കൂടുതൽ പാടാവും. അതായത് 2019 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടിയാൽ, പ്രത്യേകം എഴുതി വെക്കണം, തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടിയാൽ അത് ലീപ്പ് ഇയർ അല്ല. മനസ്സിലായോ? ഇനിയും തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് കഴിക്കുമ്പോൾ ശിഷ്ടം 0 എങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് കഴിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടിയോ, ആ നമ്മളെടുത്ത വർഷം ലീപ്പ് ഇയർ ആയിരിക്കും. ഇനി തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് കഴിക്കുമ്പോൾ ശിഷ്ടം ഏതെങ്കിലും നമ്പർ കിട്ടിയാൽ, 0 ഒഴികെ ബാക്കി ഏതെങ്കിലും നമ്പർ കിട്ടിയാൽ അത് ലീപ്പ് ഇയർ അല്ല. പറഞ്ഞത് കൃത്യോ? അപ്പോൾ 2019 ഹരിച്ചു നോക്കി, 2019 ഡിവൈഡ് ബൈ 4 നോക്കി, ശിഷ്ടം എത്ര കിട്ടുമെന്ന് നോക്കി. 2019 ഡിവൈഡ് ബൈ 4, ഇവിടെ 0 ഉള്ളൊരു കണക്കാണ്, ചെയ്ത് നോക്കി എത്ര ഉത്തരം വരും നോക്കി. 2019 4 കൊണ്ട് ഹരിക്കണം, എത്ര ഉത്തരം കിട്ടുന്നത്? 4 20. സോ എത്ര കിട്ടി? 20 കിട്ടി. 0 0 1 ഇറക്കി എഴുതണം. 1-ൽ 4 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കണ്ടോ, മുമ്പത്തെ ടൈപ്പ് കണക്കാണ്. ചെക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അപ്പോഴേ ഒരു 0 കൊടുക്കണം. പിന്നെ വേണം 19 ആക്കി എഴുതാൻ. കണ്ടോ, ഇനിയും 19-ൽ 4 അടങ്ങുമോ? അടങ്ങും. എത്ര തവണ? 4 തവണ ഇല്ലേ? 4 16. എത്ര കിട്ടും? ശിഷ്ടം നമുക്ക് 3 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ശിഷ്ടം വന്നാൽ 2019 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ അഥവാ അതിവർഷം അല്ല. ഇനിയും അതിവർഷം അല്ലെങ്കിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതിവർഷം അല്ലെങ്കിൽ അതിലെ ഫെബ്രുവരിക്ക് എത്ര ദിവസമേ കാണത്തുള്ളൂ? അതിവർഷം അല്ല എങ്കിൽ അതിലെ ഫെബ്രുവരിക്ക് എത്ര ദിവസമുണ്ട്? 28 കേട്ടോ. ഇനി അതിവർഷമാണെങ്കിൽ അതിലെ ഫെബ്രുവരിക്കോ എത്ര ദിവസമുണ്ട്? 29 ദിവസം കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, അത്രയും കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കേണ്ട 2-3 കാര്യമുണ്ട്. ഒന്ന്, തന്നിരിക്കുന്ന വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് ശിഷ്ടം നിങ്ങൾക്ക് 0 കിട്ടുന്നതെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ശിഷ്ടം നിങ്ങൾക്ക് 0 അല്ല, ബാക്കി ഏത് നമ്പർ കിട്ടിയാലും അത് ലീപ്പ് ഇയർ അല്ല. ഇനിയും തന്നിരിക്കുന്ന വർഷം ലീപ്പ് ഇയർ അല്ല എങ്കിൽ അതിലെ ഫെബ്രുവരിക്ക് എത്ര ദിവസമേ കാണത്തുള്ളൂ? 28 ദിവസമേ കാണത്തുള്ളൂ. കണ്ടോ, ഇവിടെ കലണ്ടറിനകത്തുണ്ട്. ഇനിയും
തന്നിരിക്കുന്ന വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ അതിലെ ഫെബ്രുവരിക്ക് എത്ര ദിവസമുണ്ട്? 29 ദിവസമുണ്ട്. അത്രയും പഠിച്ചോ? ഇത്രയും കാര്യം കിട്ടി, എഴുതി വെച്ചോ. ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ നോക്കണം. ലീപ്പ് ഇയർ ആണെങ്കിൽ അതിന് 29 ദിവസവും, ലീപ്പ് ഇയർ അല്ല എങ്കിൽ അതിന് 28 ദിവസമായിരിക്കും ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ദിവസത്തെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു മെത്തേഡാണ് എന്ത്? നമ്മുടെ കൈ ചുരുട്ടിയുള്ള ഇടിക്കാൻ പോകുന്ന രീതിയിലുള്ള പരിപാടിയില്ലേ, മുഷ്ടി ചുരുട്ടിയുള്ള പരിപാടി. ഏതാ ഈ പരിപാടി? അറിയത്തില്ലേ? ഇത് കണ്ടിട്ടില്ലേ? നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ലേ? നിങ്ങളുടെ കൈ വിരലുകൾ മടക്കി വെക്കുക. മടക്കി വെക്കുമ്പോൾ നമ്മുടെ എല്ലുകൾ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തെല്ലാം 31 നമ്മൾ മാസങ്ങൾ കൊടുക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ന് മാസങ്ങൾ കൊടുക്കുക. പൊങ്ങിയിരിക്കുന്ന എല്ലാ മാസത്തിനും 31 ദിവസം കാണും. താന്നിരിക്കുന്ന ആ വളവ് പോലെ നമ്മുടെ പാത്തി പോലെ ഇരിക്കുന്ന ഭാഗത്തിന് 30 ദിവസമേ കാണത്തുള്ളൂ. അങ്ങനെയാണ് ഇവിടെ നോക്കിയേ, ജനുവരിയിൽ 31 ദിവസം, കാരണം പൊന്തിയിരിക്കുന്നവരാണ്. ഫെബ്രുവരിയിൽ എക്സ്പ്രഷണൽ കേസാണ് 28 29 ദിവസം. 28 ദിവസമാണെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ലാത്ത ദിവസം, 29 ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ഉള്ള വർഷം. മാർച്ചിൽ 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ ഓഗസ്റ്റ് 31 ഉണ്ടോ? ജൂലൈയും ഓഗസ്റ്റ് 31 ആണ്. മുഷ്ടി ചുട്ടി നോക്കണം, കാരണം 2 പൊങ്ങിയുള്ള എല്ല് ഭാഗം നമുക്ക് പൊങ്ങിക്കിട്ടും. സോ ഓഗസ്റ്റും നമുക്ക് എത്ര കിട്ടും? 31 വെച്ച് കിട്ടും. സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഓക്കെ, കിട്ടിയല്ലോ. ഇതും അറിയാം അല്ലേ? ഈ ട്രിക്ക് വെച്ച് ഇത് കണ്ടുപിടിക്കണം. ഇതിന് തന്നെ മറ്റൊരു ട്രിക്കാണ് ഈ കാണിച്ചിരിക്കുന്നുണ്ടോ? സെയിം സാധനമാണ് കൊടുത്തിരിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ. അതിലെ ഓരോ ഡേയ്സിനും നമ്മുടെ മുഷ്ടി കുട്ടി വെക്കുമ്പോൾ എല്ല് ഭാഗം പൊങ്ങി എല്ലാത്തിനും നമ്മൾ കൊടുത്ത എല്ലാം 31 ദിവസവും, താന്നിരിക്കുന്ന എല്ലാത്തിനും എന്താണ് 30 ദിവസമായിരിക്കും ഉണ്ടായിരിക്കുക, ഫെബ്രുവരി ഒഴിച്ച്. ഫെബ്രുവരിയുടെയാണ് ലീപ്പ് ഇയറിൻ്റെ കാര്യം പറഞ്ഞത്. ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ഫെബ്രുവരിയുടെ കാര്യം കണ്ടുപിടിക്കാൻ. അത്രയും കാര്യം കിട്ടിയില്ലേ? അത്രയും കാര്യം കിട്ടിയോ? അത്രയും കാര്യം കിട്ടിയോ? അത്രയും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഇനി നോക്കേണ്ടത് നോക്കിയേ, ഉത്തരത്തിലേക്ക് ഇനിയും നമുക്ക് പറ്റും. നോക്കിയേ, ജനുവരി 31 വ്യാഴാഴ്ചയാണ്. ഉണ്ടോ? ജനുവരി 31 പറയുന്നത് വ്യാഴാഴ്ചയാണ്. ഇനിയും ഒരു കലണ്ടർ ചെക്ക് ചെയ്താൽ ഒരാഴ്ച എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം. ഒരാഴ്ച എത്ര ദിവസമുണ്ട്? ഒരു കലണ്ടറിൽ ഒരാഴ്ച എത്ര ദിവസമാണ്? ഒരാഴ്ച എത്ര ദിവസമാണ്? അതറിയത്തില്ലേ? എല്ലാവർക്കും അറിയുന്നല്ലേ? 7 ദിവസം. ശരിയല്ലേ? ഒരാഴ്ച 7 ദിവസം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ജനുവരി 31 കഴിഞ്ഞിട്ട് അടുത്ത ഫെബ്രുവരിയാണ് വരേണ്ടത് അല്ലേ? ഫെബ്രുവരിയിലെ 7 കൂട്ടണം. ഈ 31നോട് 7 കൂട്ടണം. 30നോട് 7 കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക്? 31നോട് 7 കൂട്ടിയാൽ എത്ര കിട്ടും? എത്ര കിട്ടും? 31നോട് 7 കൂട്ടിയാൽ എത്ര കിട്ടുന്നേ? 31നോട് 7 കൂട്ടിയാൽ എത്ര കിട്ടുന്നേ? 7 കിട്ടും. ശരിയല്ലേ? അപ്പം ഫെബ്രുവരി 8 കിട്ടുമെന്ന് എനിക്കറിയാം നിങ്ങൾ പറയുമെന്ന്. കാരണം ആ ദിവസം അടക്കമാണ് കൂട്ടുന്നുണ്ടോ? ജനുവരി 31 വ്യാഴാഴ്ചയാണെന്നാണ് പറയുന്നത്. അപ്പം നോക്കിയേ, 31ൻ്റെ കൂടെ വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അപ്പം നോക്കിയേ, 7 കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 7 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത ഏതാ ദിവസം വരേണ്ടത്? ഫെബ്രുവരി 7ഉം എത്രയായിരിക്കും? നമ്മുടെ വ്യാഴാഴ്ച തന്നെയായിരിക്കും. ഇനി 7ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 14, ഫെബ്രുവരി 14 വ്യാഴാഴ്ചയായിരിക്കും. ഫെബ്രുവരി 21 വ്യാഴാഴ്ചയായിരിക്കും. അടുത്ത എന്താ നോക്കേണ്ടത്? ഫെബ്രുവരി 28 വരും. ശരിയല്ലേ? കാരണം 2019 ആണ്. സോ ജനുവരി, ഫെബ്രുവരി 28 വരും. 28ഉം എന്നായിരിക്കും? വ്യാഴാഴ്ചയായിരിക്കും. പിന്നെ പോയിട്ട് 28 കഴിഞ്ഞാൽ അടുത്ത ദിവസം ഏതാ വരേണ്ടത്? 29 വരുമോ? ഫെബ്രുവരിക്ക് വരുമോ? 2019 ഫെബ്രുവരിക്ക് 29 വരുമോ? ഇല്ല. പിന്നെ പോയിട്ട് ആരേ വരത്തുള്ളൂ? മാർച്ച് 1 വരത്തുള്ളൂ. കണ്ടോ? ഇത്രയും ദിവസങ്ങൾ വന്നത് വ്യാഴമാണ്. സോ മാർച്ച് 1 ഏത് ദിവസമാണ്? വെള്ളി. കണ്ടോ കണ്ടുപിടിച്ചത്? കണ്ടോ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് 2 അല്ലേ 3 മാസത്തിൽ കൂടുതലുള്ള കണക്ക് ഇങ്ങനെ യോജിക്കത്തില്ല. അതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ജനുവരിയിലെയും മാർച്ചിലെയോ ഓഗസ്റ്റിലെയോ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഫെബ്രുവരി അതിനകത്ത് എന്നാളും വരുന്ന ഒരു കണക്കായിരിക്കും ചോദിക്കുന്നത്. കാരണം ഫെബ്രുവരി നമ്മൾ തെറ്റിക്കും. അതുകൊണ്ടാണ് ആ ഒരു കാര്യം തന്നെ ചോദിക്കുന്നത്. സോ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? വെള്ളിയാഴ്ച. അതായത് 31 വ്യാഴമാണ്. സോ നമുക്കറിയാം ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. സോ 31നോട് 7 കൂട്ടിയാൽ നമുക്ക് ഫെബ്രുവരി 7 വ്യാഴം കിട്ടും. ഫെബ്രുവരി 14 വ്യാഴം കിട്ടും. ഫെബ്രുവരി 21 വ്യാഴം കിട്ടും. ഫെബ്രുവരി 28 വ്യാഴം കിട്ടും. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് 2019 ആയതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഒരു ലീപ്പ് ഇയർ അല്ല. അതിന് 28 ദിവസം കൊണ്ട് തീരും. അടുത്ത വരേണ്ട ദിവസം ഏതാണ്? മാർച്ച് 1 ആണ്. സോ മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? വെള്ളിയായിരിക്കും. കണ്ടോ? വെള്ളിയായിരിക്കും വരേണ്ടത്. ഇനിയും ഇതേം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്, കാണിച്ചു തരാം. മറ്റൊരു ചോദ്യം ഇതാണ്,
ഇതൊരു കലണ്ടറിൻ്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആരും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഇത്. വളരെ എളുപ്പം കണ്ടുപിടിക്കാം. പക്ഷേ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒരു കലണ്ടറിൻ്റെ ഒരു ഭാഗമാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഇവിടെ എക്സ് ഇപ്പോഴേ കൊടുക്കണ്ട, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, ഇവിടെ 28 ആണെങ്കിൽ ഇവിടെ കൊടുത്ത എക്സിൻ്റെ വാല്യൂ എത്ര? ഇങ്ങനത്തെ കണക്ക് കണ്ടിട്ടുണ്ടോ? ഒരു കലണ്ടറിൻ്റെ ഒരു 3/3 ഭാഗം മുറിച്ച് മാറ്റിയ ഒരു കോളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൊരു സംഖ്യ 28 അങ്ങനെയാണെങ്കിൽ ആ കലണ്ടറിലെ എക്സ് എന്ന് കൊടുത്തിരിക്കുന്ന ദിവസം ഏതാണ് എന്ന് ചോദിക്കുമെന്നല്ല, ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം നമ്മൾ ഉപയോഗിച്ച ഒരു ട്രിക്ക് ഇതിനകത്ത് യൂസ് ചെയ്യണം. എന്താ യൂസ് ചെയ്യണ്ടേ? ഇനി ഐഡിയ. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം. മനസ്സിലായോ? നമുക്കറിയാം ഒരാഴ്ചയിൽ എത്ര ദിവസമേ ഉള്ളൂ? 7 ദിവസമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് 28ൻ്റെ തൊട്ട് മുകളിലുള്ള ഡേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 7 കുറയ്ക്കണം. ഇനിയും തൊട്ട് താഴെയുള്ള ഡേറ്റാണ് വേണ്ടതെങ്കിലോ 7 കൂട്ടണം. തൊട്ട് സൈഡിലുള്ള ഡേറ്റ് ആണെങ്കിലോ എത്രയാണ് കൂട്ടേണ്ടത്? ആലോചിച്ച് നോക്കി. 28 കഴിഞ്ഞുള്ള ഡേറ്റ് കണ്ടുപിടിക്കാൻ എടുക്കണം 1 കൂട്ടണം. തൊട്ട് പുറകിലുള്ള ഡേറ്റ് ആണെങ്കിലോ 1 കുറയ്ക്കണം. കണ്ടോ? അപ്പോൾ ആ തിയറി വെച്ചുകൊണ്ട് 28ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? നമുക്ക് 21 കിട്ടും. തീർന്നില്ല, വീണ്ടും 21ൽ നിന്ന് 7 കുറയ്ക്കണം. എത്ര കിട്ടും? നമുക്ക് 14 കിട്ടും. 14ലൂടെ 1 കൂട്ടിയാൽ മതി, നമുക്ക് 15 ഈ എക്സിൻ്റെ വാല്യൂവിൻ്റെ അകത്ത് വരേണ്ടത്. കണ്ടോ? മൊത്തം കലണ്ടർ ഫില്ല് ചെയ്യാൻ ഇത് 13 ആയിരിക്കും, ഇത് 20 ആയിരിക്കും, ഇത് 22 ആയിരിക്കും, ഇത് 27 ആയിരിക്കും, ഇത് 29 ആയിരിക്കും. കണ്ടോ കലണ്ടർ എന്ത് പെട്ടെന്ന് ഫില്ലായെന്ന്? മനസ്സിലായോ? ഈ കണക്കും ചോദിച്ചിട്ടുണ്ട്. പല തവണ ഇത്രയും കണക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ചില ഭാഗങ്ങൾ മുറിച്ച് മാറ്റിയിട്ട് കലണ്ടറിൽ നിന്ന് മുറിച്ച് മാറ്റിയൊരു ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എത്ര, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്നാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഏത് വാല്യൂ കൂട്ടിയാൽ ഈ വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നടുക്കത്തെ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, കലണ്ടറിൻ്റെ കേസിൽ കേട്ടോ, തൊട്ട് താഴത്തെ നമ്പർ ഉണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? 7 കൂട്ടണം. അതിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ 7 കുറയ്ക്കണം. തൊട്ട് വലതുവശത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 1 കൂട്ടണം. ഇടതുവശത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 1 കുറയ്ക്കണം. മനസ്സിലായോ? ഇത് പഠിക്കണം. ഇത് പിള്ളേരെയും പഠിപ്പിക്കണം കേട്ടോ. ഇതും പിള്ളേർക്കും ചോദിക്കുന്ന ചോദ്യമാണ്. കണ്ടോ? അതായത് ഒരു കലണ്ടർ നമുക്ക് തന്നാൽ, ആ കലണ്ടറിൽ ഒരു നമ്പർ തന്നാൽ അതിന് തൊട്ട് താഴെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ 7 കൂട്ടണം. കാരണം ഈ തിയറി എവിടെ നിന്ന് വന്നത്? 7 days are in a week അല്ലേ? ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ തൊട്ട് താഴെയുള്ള ദിവസം കണ്ടുപിടിക്കാൻ 7 കൂട്ടണം. തൊട്ട് മുകളിലുള്ള ദിവസം കണ്ടുപിടിക്കാൻ 7 കുറയ്ക്കണം. സൈഡിലുള്ള ദിവസങ്ങൾ കൂട്ടാൻ 1 കൂട്ടുക. പുറകിലുള്ള ദിവസം കണ്ടുപിടിക്കാൻ 1 കുറയ്ക്കുക. മനസ്സിലായോ? പഠിച്ചോ? കിട്ടി? അങ്ങനെയാണെങ്കിൽ ഒരു കണക്ക് തരാം, നിങ്ങളത് ചെയ്യണം. ഓക്കെ, ഇതൊരു കലണ്ടറിൽ നിന്നും മുറിച്ച് മാറ്റിയ കുറേ കോളങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ എക്സും വൈയും കൂട്ടിക്കിട്ടുന്ന സംഖ്യ എത്രയാണ് എന്നാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു കലണ്ടറാണിത്. ആ കലണ്ടറിലെ കുറച്ച് നമ്പറാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 15 നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും എക്സും വൈയും കൂട്ടിക്കിട്ടുന്ന സംഖ്യ എത്രയാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ഇവിടെയാണ്, വൈൻ്റെ വാല്യൂ ഇവിടെയാണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ? ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കണ്ടുപിടിച്ചോ? ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ ഒരു ഭാഗത്ത് മാത്രം 15 തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: തന്നിരിക്കുന്നതിലുള്ള കലണ്ടറിൽ നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ, കലണ്ടർ പൂർത്തീകരിച്ചാൽ അവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എത്രയായിരിക്കും വരേണ്ടത്? കണ്ടുപിടിച്ച് നോക്കിയോ. എന്നിട്ട് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. 1 മിനിറ്റ് സമയം തരാം. 9:49 9:50 പറഞ്ഞാൽ മതി. പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഉത്തരം കിട്ടിയവർ കമൻറ്റ് ചെയ്യാം.
ഒരു ഉത്തരം വന്നു. പോരട്ടെ, തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചു. 6 ഉത്തരം നോക്കി കണ്ടുപിടിക്കണ്ട. ഓക്കെ, ഇപ്പോൾ പഠിച്ചു. ആ, 1 മാർക്ക് കിട്ടും എന്നാണെങ്കിലും. ബാക്കിയുള്ളവർക്ക് ചെയ്തു നോക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉത്തരം ഞാൻ പറയാം. തന്ന സമയം കഴിഞ്ഞതുകൊണ്ട് കേട്ടോ, നമ്മുടെ സമയം ലാഗാകുന്നു. ചെയ്തു കൊടുക്കേണ്ടവർക്ക് വീണ്ടും ട്രൈ ചെയ്യാം, തെറ്റുള്ളവർക്ക് ചോദിക്കാം. തന്നിരിക്കുന്ന നമ്പർ 15 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങേയറ്റത്തെയും അങ്ങേയറ്റത്തെ സംഖ്യയാണ്. 15നോട് 7 കൂട്ടിയാൽ താഴത്തെ നമ്പർ കിട്ടും. എത്രയാണ് താഴത്തെ നമ്പർ എന്ന് പറയുന്നത്? 15നോട് 7 കൂട്ടിയാൽ 22 ശരിയല്ലേ? ഇനി 15 തൊട്ട് മുകളിൽ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് എടുക്കണം? 7 കുറയ്ക്കണം. 15 7 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 8. സോ ഇത് 8 വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 8ൻ്റെ കൂടെ 1 കൂട്ടണം. സോ 9 ആയിരിക്കും. സോ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 9. ഇത് 22. 22ൻ്റെ തൊട്ട് പുറകിൽ നമ്പർ 1 കുറയ്ക്കണം, 21 കിട്ടും. വീണ്ടും തൊട്ട് പുറകിൽ നമ്പർ എടുക്കാൻ 1 കുറയ്ക്കണം, അത് 20. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 20. രണ്ടുകൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടും 29. കണ്ടോ? മനസ്സിലായോ? കിട്ടാത്തവർക്ക് കത്തിയോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇതും നോക്കണം. ഈ കണക്കും നിങ്ങളുടെ അടുക്കൽ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഈ 2 പാറ്റേണാണ് കൂടുതലായിട്ടും ഇതും ചോദിക്കുന്നത്. ഒന്ന് എന്താണ്? നമ്മുടെ കലണ്ടറിൽ ദിവസങ്ങളുടെയും. 2 ഇതുപോലെയുള്ള കലണ്ടറിൻ്റെ അകത്ത് മുറിച്ച് മാറ്റിയ ഭാഗത്തിൻ്റെ കൂടെ കണക്ക് കേട്ടോ. ഇനിയും ജനുവരി 26 പ്രത്യേകത എന്നാണ്? ജനുവരി 26 പ്രത്യേകത എന്നാ? റിപ്പബ്ലിക് ഡേ. ഈ റിപ്പബ്ലിക് ഡേ വെച്ചുകൊണ്ടും ഈ കണക്ക് ചോദിക്കും. ജനുവരി 26 ഞായറാഴ്ചയാണെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് 2 ഏത് ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും കേട്ടോ. അത് 2020 കേസിലൊക്കെ ചോദിക്കും കേട്ടോ. ലീപ്പ് ഇയറിൻ്റെ കേസിൽ, ലീപ്പ് ഇയർ അല്ലാത്ത കേസിലൊക്കെ ജനുവരി 26 ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ അത് വെച്ചുള്ളതും, പിന്നെ ക്രിസ്മസിൻ്റെ ഉള്ള കണക്കുകളും, അങ്ങനെ 4 മാസം വരെയുള്ള കണക്കുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 7 കൊണ്ടുള്ള പരിപാടി ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടെന്ന് കൂട്ടി നോക്കുക, അതിന് 7 കൊണ്ട് കഴിക്കുക, ശിഷ്ടം വരുന്ന നമ്പർ മുന്നോട്ട് കൂട്ടുക. അതാണ് വേറൊരു വഴി കേട്ടോ. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. തെറ്റാൻ ചാൻസുകൾ കുറവാണ്. കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും സമയം കുറച്ചുകൂടി ലാഗാവും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഈസിയസ്റ്റ് മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2/3യുടെ 1/5 ഭാഗത്തിൻ്റെ 4 മടങ്ങ് എന്നതിന് തുല്യമായത് ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ ചോദിച്ചത് തന്നെയാണ്. 2/3 ഉണ്ട്, അതിൻ്റെ എന്താണ് 1/5 ഭാഗത്തിൻ്റെ 4 മടങ്ങിനോട് തുല്യമായത്. അപ്പോൾ 1/5 × 4 എന്ന് പറഞ്ഞ് വേണേൽ വരാം. ശരിയല്ലേ? അപ്പോൾ എന്നാ വരും? 2/3 × ഇത് നമുക്കറിയാം ഫ്രാക്ഷൻ്റെ അകത്തുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. സോ 1 4s are 4/5. 2/3 × 4/5 ആണ് ഇവിടെ ഉത്തരവായിട്ട്. ഡയറക്റ്റ് ചോദ്യം ചോദിച്ചു കേട്ടോ. അതായത് നമ്മുടെ ഭിന്നസംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ ഗുണനം എന്ന് പറഞ്ഞ ചോദ്യമാണ്. ഏതാണ്? 2/3 ഭാഗമുണ്ട്, അതിനോട് 1/5 കൂട്ടിയതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ താഴെ ഒരു 1 ഇട്ട് കൊടുക്കാം. സോ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 4 4 ഓരഞ്ച് 5. സോ 2/3 അതേപടി എഴുതുക. എന്ത് ചെയ്യണം? 1 4s are ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ. അപ്പം 1 4 4 ഓരഞ്ച് 5. ഇനി ഇതിൻ്റെ ഉത്തരം എങ്ങനെ പിടിക്കാം? 2 4 8 3 5 15. 8/15 ആണ് ഇതിൻ്റെ ടോട്ടൽ ആൻസർ വരേണ്ടത് കേട്ടോ. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് വന്ന ചോദ്യമാണ്. നമ്മുടെ ഭിന്നസംഖ്യകളുടെ ഹരണം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നാണ്. ഭിന്നസംഖ്യകളുടെ ഗുണനം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വന്നാണ്. സോ അത് ഡയറക്റ്റ് ചോദ്യമായിട്ട് മാറി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിർത്താം, കാരണം നിങ്ങൾ ഒത്തിരി കഴിച്ചാൽ മടുക്കും. ശരിയല്ലേ? നോക്കിക്കേ, 33,331 എന്ന സംഖ്യയിലെ ഇടത്തെ അറ്റത്തെയും വലത്തെ അറ്റത്തെയും 3കളുടെ സ്ഥാനവികളുടെ തുക എത്ര? കണ്ടുപിടിച്ചിട്ട് ഉത്തരം കമൻറ്റ് ചെയ്തു. ഇത് നിങ്ങൾ തെറ്റിക്കുന്ന അതുകൊണ്ടാണ് പറഞ്ഞത്. ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
ഇടത്തെ അറ്റത്തെയും വലത്തെ അറ്റത്തെയും സ്ഥാനവിലകളുടെ തുക എത്ര? സം ഓഫ് ദി പ്ലേസ് വാല്യൂ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് 3 ഇൻ ദി നമ്പർ 33,333. ആൽബിൻ എന്നാ ചോദിച്ചോ, എന്നാ പറ്റി? ആൽബിനെ ഡൗട്ടാണോ? ചോദിച്ചോ. ഹലോ, ഒന്നുമില്ല. ഓക്കെ, എന്നാൽ കണ്ടുപിടിച്ചോ. 33,334 സംഖ്യകളുടെ സ്ഥാനവിലകളുടെ 3ൻ്റെ അങ്ങേറ്റത്തെ ഇങ്ങേറ്റത്തുള്ള 3കളുടെ സ്ഥാനവിലകളുടെ തുക എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത കണക്കൂടി ചെയ്യാം. 9:56 9:57 വരെ സമയം തരാം. സ്ഥാനവിലുള്ള തുക കേട്ടിട്ട് പരീക്ഷിക്കണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനേ 1 മിനിറ്റ് സമയം കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് 1 മിനിറ്റ് തരുന്നത്. നിങ്ങളിതൊക്കെ കഴിഞ്ഞ് PSC പരീക്ഷയ്ക്ക് പോകത്തില്ലേ? PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 45 സെക്കൻഡേ കിട്ടത്തുള്ളൂ ഒരു കണക്ക് ചെയ്യാൻ. മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് പഠിക്കണം. കണ്ടുപിടിച്ചോ? ഇത് സാധാരണ നമ്മൾ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാധനങ്ങളാണ്. ഈ സ്ഥാനവില, അതുപോലെ തന്നെ ഈ എന്താണ് മുഖവില എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സെക്കൻഡ്സ് 10 സെക്കൻഡ് കൂടി തരാം. $30,003 ഒരു ഉത്തരം വന്നു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഡൗട്ടാണോ? ആണെങ്കിൽ പറഞ്ഞോ. ഇല്ല സാറേ അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരാമെന്നെങ്കിൽ ചോദിച്ചാൽ നമുക്കൊരു സന്തോഷം കിട്ടും. ചുമ്മാ പറഞ്ഞാൽ. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. നോക്കിയേ, 33,333 എന്ന് പറഞ്ഞ സംഖ്യയാണ്. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഫേസ് വാല്യൂ, എന്താണ് പ്ലേസ് വാല്യൂ? രണ്ടും കേട്ടിട്ടുണ്ടോ? സ്ഥാനവിലയും മുഖവിലയും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ഉണ്ടോ? അവസാനം സാറ് തന്നെ പറയും കേട്ടിട്ടില്ലെന്നല്ലേ. സാറ് തന്നെ ആയാലും പറയുമെന്നറിയാം, അതുകൊണ്ട് ഞങ്ങൾ ആരും മിണ്ടുന്നില്ല. യെസ്, നല്ല തീരുമാനം. പക്ഷേ ഇടയ്ക്കൊക്കെ നിങ്ങൾ മിണ്ടും നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഏത് ക്ലാസ് എടുത്താലും ശരിയല്ലേ, നമുക്ക് തോന്നും നമ്മുടെ ആൾക്കാരൊന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കണ്ടൻറ്റ് കിട്ടിയാലേ. എന്നെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ പ്രതികരിച്ചാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങളെടുക്കുക പറയാൻ തോന്നും. എൻ്റെ ബാച്ചിലുള്ള പഴയവർക്കറിയാം, ഞാനൊരു കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാം ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഗുണം ചെയ്യും കേട്ടോ. അതാണ് സംശയങ്ങളും ഇല്ലാതെ, നമ്മൾ സംശയം ചോദിക്കാതെ ഡൗട്ടൊന്നും ഇല്ലാതിരുന്നാൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതാണെന്ന് വിചാരിക്കും കേട്ടോ. അതുകൊണ്ട് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നോക്കിയേ, 2 കാര്യം നമുക്ക് പഠിക്കണം. ഒന്ന് ഫേസ് വാല്യൂ, 2 പ്ലേസ് വാല്യൂ. മലയാളത്തിൽ പറഞ്ഞാൽ മുഖവില, സ്ഥാനവില. ആദ്യം നമുക്ക് സ്ഥാനവില പഠിക്കാം അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധനമാണ് സ്ഥാനവില. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നമ്പർ തരാം, 1234 1234. ഇതിലെ 4ൻ്റെ സ്ഥാനം എത്രയാണ്? 4ൻ്റെ സ്ഥാനം എത്രയാണ് പറഞ്ഞേ? നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ 1, 10, 100, 1000 എന്ന് പറയുന്ന പോലെ 4ൻ്റെ സ്ഥാനം ഒറ്റയാണ്, ശരിയല്ലേ? ഇനി 3ൻ്റെ സ്ഥാനമോ? 10ൻ്റെ സ്ഥാനത്താണ് ഉള്ളത്. 2ൻ്റെ സ്ഥാനം 100-ലാണ്, 1ൻ്റെ സ്ഥാനം 1000-ലാണ്. ഇനിയും ഇവിടെ തെറ്റ് വരുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ചോദിക്കുകയാണ്
1234 2ൻ്റെ സ്ഥാനവില എത്രയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 100 എന്ന്. പക്ഷേ അത് തെറ്റാണ്. 100 സ്ഥാനമായിരിക്കെ ആ സ്ഥാനത്തുള്ള ആരാന്ന് നോക്കണം. ആ സ്ഥാനത്തുള്ള ആരാ? 2 ആണ്. സോ എന്ത് ചെയ്യണം? 100നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം ഉത്തരം പറയാൻ. സോ 100ൻ്റെ സ്ഥാനത്തുള്ള 2ൻ്റെ സ്ഥാനവില എത്രയാണ്? 200 ആണ് വരേണ്ടത്. അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ആക്കി നോക്കിയേ. 1000ൻ്റെ സ്ഥാനത്തുള്ള 1 വരുമ്പോൾ അതിൻ്റെ വാല്യൂ 1000. 2ൻ്റെ സ്ഥാനത്തുള്ള 100ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനം 200. 3ൻ്റെ സ്ഥാനത്തുള്ള 10ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനം 30. 4ൻ്റെ സ്ഥാനം 1 ആണ്. സോ 1 ഗുണം 4 4. എല്ലാം കൂടി കൂട്ടി നോക്കിയേ. 4 3 2 1. കണ്ടോ? ഇങ്ങനെയല്ലേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ സ്ഥാനവിലയുടെ കണക്കുകൾ ചോദിച്ചാൽ ഈ 1 10 100 എന്നുള്ളത് സ്ഥാനവിലകളുടെ വിലയാണ്. ആ സ്ഥാനത്ത് ഏത് സംഖ്യയാണ് കിടക്കുന്നത് ആ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ സ്ഥാനവില പറയുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ കണക്കിലൊന്ന് പറഞ്ഞേ. 63,643. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന 6ൻ്റെയും ഈ പറയുന്ന 4ൻ്റെയും സ്ഥാനവിലകളൊന്ന് പറഞ്ഞേ. 6ൻ്റെ സ്ഥാനവില 1 2ൻ്റെ സ്ഥാനവില 4ൻ്റെ സ്ഥാനവില 2. അപ്പോൾ 1ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞിട്ടാൽ മതി. 1ൻ്റെയും 2ൻ്റെയും സ്ഥാനവിലകളൊന്ന് പറഞ്ഞേ. നമുക്കങ്ങനെ പറയാൻ പറ്റും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. 3ൻ്റെ സ്ഥാനം എത്രയാണ്? ഒറ്റയുടെ സ്ഥാനത്താണ്. സോ 1 ഗുണം 3. 4ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ഥാനത്താണ്. സോ 10 ഗുണം 4. 6ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 100ൻ്റെ സ്ഥാനത്താണ്. സോ 100 ഗുണം 6. 3ൻ്റെ സ്ഥാനം എന്ന് വെച്ചാൽ 1000ത്താണ്. സോ 1000 ഗുണം 6. ഇനിയും 6ൻ്റെ സ്ഥാനം വെച്ചാൽ 10,000ത്താണ്. സോ 10,000 ഗുണം 6. അപ്പം സ്ഥാനവില വെക്കുമ്പോൾ ഈ 6ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞത് 60,000 അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് 40 കണ്ടോ? 4 എന്ന് പറയുന്നത് 40. ഇനിയും ഒരു കണക്ക് കൂടി തരാം, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മുടെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ 9126-ലെ 9ൻ്റെയും 2ൻ്റെയും സ്ഥാനവിലകൾ എത്ര? പെട്ടെന്ന് പറഞ്ഞു. 9126-ലെ 9ൻ്റെയും 2ൻ്റെയും സ്ഥാനവിലകൾ എത്ര? 9000. ഓക്കെ. 2ൻ്റെയോ? 20. കറക്റ്റാണ് കേട്ടോ. എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. 33,333 എന്ന സംഖ്യയിലെ ഇടത്തെ അറ്റത്തെയും, അതായത് ഈ 3ൻ്റെയും വലത്തെ അറ്റത്തെയും ഈ 3ൻ്റെയും സ്ഥാനവിലകളുടെ തുക എത്ര? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 3ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്രയാ? 33,333. അതിൻ്റെ അർത്ഥം എന്താണ്? 3 ഗുണം 10,000. എത്ര കിട്ടും? 30,000. ശരിയല്ലേ? 30,000 പ്ലസ് ഇനി അവസാനത്തെ 3ൻ്റെ സ്ഥാനവില എത്രയാ? 1 ഗുണം 3. എത്ര കിട്ടും? 3 തന്നെ കിട്ടും. അപ്പോൾ 30,000 3 കൂട്ടണം. എത്ര കിട്ടും? 3,000,003. 30,003. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. കണ്ടോ കിട്ടുന്നത്? മനസ്സിലായോ? മിക്ക കുട്ടികളും ഇത് നമ്മൾ കൊടുത്താൽ ചെയ്യുന്ന ഉത്തരം ഈ പറയുന്ന 10,001 ആയിരിക്കും. എന്തുകൊണ്ടാണ്? സ്ഥാനവില നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ? 1 10 100 1000 10,000. സോ 10,000വും 1 കൂട്ടിച്ചേർത്താൽ 10,001 ഉത്തരം എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. അങ്ങനെ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? കിട്ടിയവർ കാണും. ശരിയല്ലേ? സോ ആ തെറ്റി ഇനി വരുത്തരുത് കേട്ടോ. എന്നാണ് പറയുന്നത്, ഏത് സ്ഥാനമാണോ ഉള്ളത് ആ സ്ഥാനവുമായിട്ട് തന്നിരിക്കുന്ന സ്ഥാനവില ഗുണിക്കണം. എന്നിട്ടാണ് അതിൻ്റെ സ്ഥാനവില പറയുന്നത്. അല്ലെങ്കിൽ അതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. എല്ലാത്തിൻ്റെ സ്ഥാനവില 10,000-നോടും 20,000-തോടും 1,00,000-തോടും ഒക്കെ അടുത്ത് നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒരുപോലെ നിൽക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയല്ല പറയേണ്ടത്. ഏത് സ്ഥാനമാണോ ആ സ്ഥാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിച്ചേ ഉത്തരം പറയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ കേസ് മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ കേട്ടിട്ടുണ്ടോ? മുഖവില എന്ന് കേട്ടിട്ടുണ്ടോ? ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുവാണ് 20,432. ഇതിലെ 4ൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എന്ന് പറഞ്ഞാൽ എത്രയാ? അറിയാമോ ആർക്കെങ്കിലും? 4ൻ്റെ മുഖവില 100 എന്ന് പറയുന്നവരുണ്ട്. പിന്നെ മുഖവില ചോദിച്ചോട്ടോ. മുഖവില പ്ലേസ് വാല്യൂ അല്ല. ഓക്കെ. ഫേസ് വാല്യൂ ചോദിച്ചത്. പ്ലേസ് വാല്യൂ അല്ല, ഫേസ് വാല്യൂ. നമ്മുടെ ഫേസ് ഇല്ലേ, ഫേസ് വാല്യൂ. ഓക്കെ. 4ൻ്റെ മുഖവില 100 പറഞ്ഞവരുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ ആർക്കെങ്കിലും? ഇല്ല.
എന്നാൽ 4ൻ്റെ മുഖവില എന്ന് പറയുന്നത് 100 അല്ല. ഏതൊരു സംഖ്യയുടെയും മുഖവില എന്ന് പറയുന്നത് അതേ നമ്പർ തന്നെയായിരിക്കും. അവൻ എത്ര വലിയവനോ എത്ര ചെറിയവനോ ആയിക്കോട്ടെ, പ്രശ്നം എന്താണ്? മുഖവില എന്ന് പറഞ്ഞാൽ അതേ നമ്പർ തന്നെ. സോ 20,432-ൽ 4ൻ്റെ മുഖവില എത്രയാണ്? 4. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മുഖം എവിടെ ചെന്നാലും മാറുമോ? ഇല്ല. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനിയും ഞാൻ ചോദിക്കുകയാണ്, 9,636-ലെ 9ൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എത്രയെന്ന് ചോദിച്ചാൽ എന്നാ പറയേണ്ടത്? 9 തന്നെ. കണ്ടോ, 9 തന്നെ. മുഖവില എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. മുഖവിലയും സ്ഥാനവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നൊക്കെ പറഞ്ഞ് ചോദ്യമുണ്ട്. സോ ഓർത്തിരിക്കണം, എത്ര വലിയ നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ നമ്പറിലുള്ള മുഖവില ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? അതേ നമ്പർ തന്നെ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 1236-ലെ 3ൻ്റെ ഫേസ് വാല്യൂ എത്രയാ? മുഖവില എത്രയാ? 3 തന്നെ. കണ്ടോ, 3 തന്നെ. ഇനിയും പ്ലേസ് വാല്യൂ ചോദിക്കുവാണെങ്കിലോ അത് 30 മാറും. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന് ഫേസ് വാല്യൂയും 2 പ്ലേസ് വാല്യൂ. ഒന്ന് സ്ഥാനവിലയും 2 മുഖവിലയും. മറന്നു പോകരുത്, എഴുതി വെക്കണം. മുഖവില എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആണെങ്കിലും അതേ നമ്പർ തന്നെ. കേട്ടോ, അതേ നമ്പർ തന്നെയാണ് മുഖവിലയായിട്ട് വരുന്നത്. സ്ഥാനവിലയാണെങ്കിൽ സ്ഥാനമനുസരിച്ച് 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെ കൊടുത്ത് ആ നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്ത് വേണം സ്ഥാനവില പറയുവാൻ. കേട്ടോ, ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കണ്ടോ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ ആ സിമ്പിളായിട്ടുള്ള കാര്യം നമ്മളെ കോംപ്ലിക്കേറ്റ് ആക്കി തെറ്റിക്കുന്നുണ്ടോ? ഇതെല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ്. ദാറ്റ്സ് വൈ ദേ പുട്ട് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട്. ഓക്കെ, ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ നോക്കിക്കോ, എല്ലാവർക്കും കൂട്ടാനും കുറയ്ക്കാൻ അറിയാമെന്നുള്ള ബോധിയാണ്. നോക്കിയേ, റീന കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയ സാധനങ്ങളും വിലയും പട്ടിക കൊടുത്തിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ വിലയൊക്കെ ഇത്രയൊക്കെ ആവും. കണ്ടോ, 480 രൂപ, അരിക്ക് 420 രൂപ, പഞ്ചസാര 242 രൂപ. റീന 2000 രൂപ നോട്ട് കടക്കാരന് നൽകി. ബാക്കി എത്ര രൂപ റീനയ്ക്ക് നൽകി? 2000 രൂപയുടെ നോട്ടൊന്നും ഇപ്പോൾ ഇല്ല, എന്നാലും 2000 രൂപ കടക്കാരന് നൽകി. ബാക്കി അത് ആ സമയത്ത് തുടങ്ങിയ ചോദ്യം കേട്ടോ. അപ്പം ബാക്കി എത്ര രൂപ കടക്കാരന് തിരികെ നൽകി? എന്ത് ചെയ്താൽ മതി? തമ്മിൽ എല്ലാവരും കൂട്ടിയിട്ട് 2000 നിന്ന് കുറച്ചാൽ മതി. കൂട്ടി കുറയ്ക്കാൻ അറിയാമല്ലോ. എത്ര കിട്ടും ഉത്തരം? പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, 858. ഓപ്ഷൻ എ ആണ് കിട്ടേണ്ടത്. ശരിയല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും കൂട്ടുക. 480, 420, 252 കൂട്ടുക. ശേഷം 2000 നിന്ന് കുറയ്ക്കുക. കേട്ടോ, അതായത് മിക്കപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഉത്തരം ഈ പറയുന്ന 958 ആയിരിക്കും. കാരണം ശിഷ്ടം എടുക്കത്തില്ല, അല്ലാതെ ഡയറക്റ്റ് അങ്ങ് എടുത്തു വരും. കേട്ടോ, അതാണ് അവിടെ ഒരു തെറ്റ് വരാനുള്ള ചാൻസ്. സോ ആ ഒരു ചോദ്യവും ഇവിടെ റെലവൻ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ചോദ്യം. ഒന്നുകൂടി വേണം ചെയ്ത് കാണിക്കാം. 480 പ്ലസ് ഇങ്ങനെ വന്ന 480 പ്ലസ് 420 പ്ലസ് 242 കൂട്ടുമ്പോൾ 2, 8, 2, 10, 4, 14, 4 ഇഷ്ടം 1, 4, 2, 4, 4, 8, 2, 10 ഒന്നും 11, 1742. 2000 നിന്നും എന്ത് ചെയ്യണം? കുറയ്ക്കണം. കണ്ടോ, ഇത്ര വലിയ സംഖ്യ ഉണ്ട് തന്നെ കുട്ടികൾ തെറ്റിക്കും. എന്ത് ചെയ്യണം? കടമെടുക്കണം. സോ ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും. അപ്പോൾ വരുമ്പോൾ ഇവിടെ 1 ആവും. 10 നിന്ന് 2 പോയാൽ 8 കിട്ടും. 9 നിന്ന് 4 പോയാൽ 5 കിട്ടും. 9 നിന്ന് 1 പോയാൽ 8 കിട്ടും. 1 നിന്ന് 1 പോയാൽ 0 കിട്ടും. നമുക്ക് 858 നമുക്ക് ബാക്കി കിട്ടും. ഓക്കെ, ഇവിടെ വരുന്ന കണ്ടോ, ഈ 958 വരാനുള്ള കാര്യം എന്താണ്? ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ ശിഷ്ടം എടുക്കാതുള്ള കണക്ക് ഡയറക്റ്റ് ചെയ്യും. അവസാനം കൊണ്ട് 9 അതേപടി എഴുതി വെക്കും. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുത്തും. സോ അങ്ങനെ വരുത്തരുത്. കുട്ടികൾക്ക് വരുന്ന അതേ തെറ്റുകൾ അധ്യാപകർക്കായി നമുക്കും വരാം. സോ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം അവിടെ. കേട്ടോ, യെസ്. അങ്ങനെയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് വരണം. അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ചെയ്ത് നോക്കണം. കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ പഠിപ്പിച്ചല്ലേ? കഴിഞ്ഞ ദിവസം അന്ന ടീച്ചർ ഇരുന്ന് പഠിപ്പിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. താരതമ്യം വലിയ ഭിന്നം ഏത്? ഓർമ്മയില്ലേ? 2 നമ്പർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഏതാ നമ്പർ? പെട്ടെന്ന് കണ്ടുപിടിച്ചോ. ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ 5/5. അല്ലാതെ തന്നെ നമുക്കറിയാമല്ലോ 1/2ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാൽ കണ്ടില്ലേ? 0.5 ആണ്. 5/5 എന്ന് വെച്ചാൽ 1 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. കൂട്ടത്തിൽ വലുതാരാ? 5/5 മാത്രം. ഇനി അങ്ങനെയല്ല, മറ്റേ ട്രിക്ക് വെച്ച് കണ്ടുപിടിച്ച് നോക്കിയേ. 5/5 എടുക്കുന്നു, അടുത്ത നമ്പറായ 1/2 എടുക്കുന്നു, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 2 10, 5. ഇതിൽ വലിയ നമ്പർ 10 കിട്ടി. 10ന് താഴെയുള്ള നമ്പർ 5/5. അടുത്ത നമ്പറായ 1/4 കമ്പയർ ചെയ്യുന്നു. 4 20, 5. വീണ്ടും കിട്ടിയത് 5/5 ആണ്. 5/5നെ ലാസ്റ്റ് നമ്പറായ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 20, 3 15. ഇവിടെയും കിട്ടിയവൻ ആരാണ് വലുത്? 5/5 ആണ് വലുത്. ഇനി ചെറിയവനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം 0.25 വരേണ്ടത്. കണക്ക് പ്രകാരം എങ്ങനെ വരും നോക്കിക്കേ, അതുകൂടി ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ കമ്പയർ ചെയ്യണം. മിക്കപ്പോഴും ഇങ്ങനത്തെ ഡയറക്റ്റ് കണക്കുകൾ ചോദിക്കാം.
മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെയുള്ള ഷോർട്ടായിട്ടുള്ള ഇതുപോലെ വരച്ച് കണ്ടുപിടിക്കേണ്ട രീതിയായിരിക്കും ചോദിക്കുന്നത്. ഇനി ഇത് ചെറുതാണെങ്കിൽ നമ്മുടെ മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ. നമ്മുടെ മെത്തേഡ് വെച്ചുകൊണ്ട് 5/5 എടുക്കുന്നു, 1/2 എടുക്കുന്നു, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 5 5 2 5 10 ഇവിടെ കിട്ടി, 5 5 ഇവിടെ കിട്ടി. ഇവിടെ ചെറുത് വന്നത് 1/2 ആണ്. സോ 1/2നെ 1/4 കൊണ്ട് കമ്പയർ ചെയ്യുന്നു. തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 4 4 1 2 2 കിട്ടി. ചെറിയ നമ്പർ 2 ആണ്. 2ന് താഴെയുള്ള ഫ്രാക്ഷൻ 1/4 ആണ്. സോ 1/4നെ 3/4 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 4 4 കിട്ടും, 4 3 12 കിട്ടും. ഉണ്ടോ? കൂട്ടത്തിൽ ചെറുതാരാണ്? 1/4 ആണ്. ഉണ്ടോ? മനസ്സിലായോ? തിരിച്ചും മറിച്ചും ചോദിക്കാം. ഇങ്ങനെ ഏത് നമ്പർ ചോദിച്ചാലും നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. എന്ത് ചെയ്യണം? വലിയ നമ്പർ ആണെങ്കിൽ 2 നമ്പറിനെ കമ്പയർ ചെയ്യുക. വലിയ സംഖ്യ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വലിയ നമ്പർ ആർക്കാൻ നോക്കുക, അവനെ എടുത്ത് അടുത്ത നമ്പറായിട്ട് കമ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. 3 സ്റ്റെപ്പിനുള്ള ഉത്തരം കിട്ടും. അവിടെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഡിവൈഡ് ചെയ്താൽ എന്താ കുഴപ്പം? നമ്മുടെ സമയം അവിടെ നഷ്ടമാകും. ഡിവൈഡ് ചെയ്യേണ്ട കേസ് എപ്പോഴാണ്? ഇടയിലുള്ള സംഖ്യ ചോദിക്കുമ്പോൾ മാത്രം കേട്ടോ. വിച്ച് ഈസ് ദി നമ്പർ എമംഗ് ദീസ് എന്ന് പറഞ്ഞ് ഇടയിലുള്ള നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഓർക്കേണ്ട ചോദ്യം കേട്ടോ. താഴെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് വേണം വരാൻ. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗണിതമാണ്. നാളെ രാവിലെയും ഇതേ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറന്നു പോകും. മനുഷ്യനല്ലേ, മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവാണ് മറക്കുക എന്നുള്ളത് കേട്ടോ. മറക്കുക എന്നുള്ള കഴിവില്ലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മെമ്മറി നിറഞ്ഞ് പൊട്ടിത്തെറിച്ചേനെ. ശരിയല്ലേ? 1-ാം ക്ലാസ് വെച്ച് നിങ്ങളെ അച്ഛൻ വരക്ക് പറഞ്ഞില്ലായിരുന്നോ നിങ്ങളെ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം? പറഞ്ഞില്ലേ? സിയനെ 1-ാം ക്ലാസ്സിൽ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞില്ലായിരുന്നോ 1-ാം ക്ലാസ്സിൽ? പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാത്തിനായിരുന്നു പറഞ്ഞത്? അതറിയത്തില്ല. ഉണ്ടോ? മറന്നു പോയണ്ടല്ലേ, അത് നല്ല കാര്യമല്ലേ? മറന്നുപോയി. അവൻ മറന്നുപോകാൻ നല്ല കാര്യമാണ്, കണ്ടില്ലേ? അല്ല നമ്മളിപ്പോൾ അത് വെച്ചോണ്ട് നമ്മൾ അവരോട് പെരുമാറത്തില്ലേ? അതാ പറഞ്ഞത്. അവൻ മറക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ മറന്നതിനെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണം. നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് പഠന കാര്യങ്ങൾ കേട്ടോ. അത് രാവിലെ വൈകിട്ടൊക്കെ ഇരുന്ന് ഓർക്കണം. പ്രത്യേകിച്ച് കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ഓർക്കും നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ മെമ്മറി ഡെവലപ്പിന് ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഡെയിലി ചെയ്ത കാര്യങ്ങളില്ലേ, ഇന്ന് രാവിലെ നിങ്ങൾ എണ്ണീറ്റല്ലോ ഇല്ലേ, എന്നിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ അറിഞ്ഞോ അറിയാതെയൊക്കെ, ആ കാര്യങ്ങളെല്ലാം വൈകിട്ട് കിടക്കുമ്പോഴൊന്ന് റീകളക്ട് ചെയ്യണം. റീകളക്ട് ചെയ്തിട്ട് കിടക്കാൻ നോക്കി നിങ്ങളുടെ മെമ്മറി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യും. നാളെ എന്ത് എടുക്കണം? 2 ദിവസത്തെ കാര്യം റീകളക്ട് ചെയ്യണം. മനസ്സിലായോ? മറ്റന്നാളോ 3 ദിവസം റീകളക്ട് ചെയ്യണം. അങ്ങനെ 7 ദിവസത്തെ വരെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി പതുക്കെ ഡെവലപ്പ് ചെയ്യും കേട്ടോ. അതൊരു മെമ്മറി ടെക്നിക്കാണ് കണ്ടുപിടിക്കാണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ പിള്ളേരെ കൊണ്ട് ട്രൈ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. നമുക്ക് ഓർത്തോർത്ത് എടുക്കണം. എഴുതി വെക്കരുത് ഒരിടത്തും. നിങ്ങൾ രാവിലെ തൊട്ട് ഇപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പ് നാല് ചെയ്യും. രാവിലെ ഞാൻ എണ്ണീറ്റു, പല്ല് തേച്ചു, വാഷ്റൂമിലൊക്കെ പോയി, പിന്നെ എന്തെങ്കിലുമൊക്കെ ആരോടൊക്കെ സംസാരിച്ചു, ആരെയൊക്കെ കണ്ടു, സ്കൂളിൽ പോയി, പിള്ളേർ എന്നെയൊക്കെ പറഞ്ഞു, ടീച്ചർമാർ എന്നെയൊക്കെ പറഞ്ഞു, ഏതൊക്കെ ക്ലാസ് ഞാൻ എടുത്തു, ഏതൊക്കെ ടോപ്പിക്സ് എടുത്തു, വന്ന വഴിക്ക് എന്നായിരുന്നു കഴിക്കാൻ കിട്ടിയത്, ഉച്ചയ്ക്കത്തെ കറി, പിള്ളേർക്ക് എങ്ങനെ വിളമ്പി കൊടുത്തു, രാവിലെ എന്നാ കഴിച്ചു, വൈകുന്നേരം വന്നിട്ട് എന്നാ കാപ്പിയോടെ എന്നായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പോകുന്നുണ്ട് അല്ലേ. ഇനി വൈകിട്ട് വന്നപ്പോൾ 9 മണിക്ക് കയറി സാർ എന്നെയൊക്കെ പറഞ്ഞ് എന്നൊക്കെ ഓർക്കുമ്പോൾ കുറേ കൈ ഓർക്കാൻ കിട്ടും കേട്ടോ. ഒരു ദിവസത്തേക്കാളും കൂടുതൽ ഇന്നത്തെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തലയിലേക്ക് അതെല്ലാം എന്താ പറയുന്നത് ഇൻപുട്സ് ആയിട്ട് കയറും. അതിനെ ഔട്ട്പുട്സ് ആയിട്ട് നിങ്ങൾ പുറത്തോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആകും കേട്ടോ. ആ ഒരു വഴി കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെത്തേഡ്സ് ട്രൈ ചെയ്യുക, ചെയ്ത് നോക്കുക കണക്കുകൾ കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമാണ്. സോ ഇത് പഠിക്കണം കേട്ടോ. പഠിക്കാതെ പോകരുത്, പഠിച്ചിട്ടേ കിടക്കാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റ. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഓക്കെ, ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. യെസ്, താങ്ക് യു.